Plinth area. Types ആണോ sir? Plinth area estimate. Cubic Pinne- area, unit cubic. area, Cubical area, cubic area. പിന്നെ unit area method. Day. 4 ആയോ? So plinth area method, cubic rate method, unit rate method, പിന്നെ ഒരെണ്ണം കൂടെ ഉണ്ട്. അതിന്റെ പേരെന്തായിരുന്നു? Unit rate method, Day method. Bay method. അപ്പോൾ 4 മെത്തേഡ്സ് ആണ് നമ്മൾ പഠിച്ചത്. ഇനി അത് കഴിഞ്ഞ് നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? സ്പെസിഫിക്കേഷൻസ് ആയിരുന്നു. സ്പെസിഫിക്കേഷൻസ്. അപ്പോൾ നമുക്ക് ഒരു ബിൽഡിങ്ങിനകത്തുള്ള ഒരു ഐറ്റം ഇൻ ഡീറ്റെയിൽ നമ്മൾ എഴുതുന്നതിനെയാണ് സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത്. സ്പെസിഫിക്കേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ എ ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ്. ഒരു ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് ആണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ അതിനകത്ത് സ്പെസിഫിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ്. ഇനി സ്പെസിഫിക്കേഷൻ എഴുതുമ്പോൾ എന്തായിരിക്കണം? ഇറ്റ് ഷുഡ് ബി ലെജിബിൾ. അത് കണക്കിന് സ്പെസിഫിക്കേഷൻസിനകത്ത് യൂസ് ചെയ്യുന്ന ടേംസിന് ഡബിൾ മീനിങ്സ് ഒന്നും വരാൻ പാടില്ല. അത് ഈസിലി അണ്ടർസ്റ്റാൻഡബിൾ ആയുള്ള കാര്യങ്ങളായിരിക്കണം സ്പെസിഫിക്കേഷൻസിനകത്ത് എഴുതേണ്ടത്. ഓക്കെ, എന്നിട്ട് സ്പെസിഫിക്കേഷൻ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തായിരുന്നു. എന്തൊക്കെയായിരുന്നു 2 ക്ലാസിഫിക്കേഷൻ? ഡീറ്റെയിൽഡ് സ്പെസിഫിക്കേഷനും ജനറൽ സ്പെസിഫിക്കേഷൻസും. അപ്പോൾ 2 ടൈപ്പ് സ്പെസിഫിക്കേഷൻസ് ആണ് ഉള്ളത്. ഡീറ്റെയിൽഡ് സ്പെസിഫിക്കേഷനും ജനറൽ സ്പെസിഫിക്കേഷനും. ഇനി ഡീറ്റെയിൽഡ് സ്പെസിഫിക്കേഷനകത്ത് ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു എർത്ത് വർക്ക് എക്സ്കവേഷൻ ഇൻ ഫൗണ്ടേഷൻ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് എക്സാമിന് കൂടുതലും ചോദിക്കുന്ന ക്വസ്റ്റ്യനകത്ത് ഒന്നാണ്. റൈറ്റ് ഡൗൺ ദ ഡീറ്റെയിൽഡ് സ്പെസിഫിക്കേഷൻ ഓഫ് എർത്ത് വർക്ക് എക്സ്കവേഷൻ ഇൻ ഫൗണ്ടേഷൻ. അപ്പോൾ നിങ്ങൾ എഴുതാൻ എന്താണ്? ഫസ്റ്റ് ഐറ്റം എക്സ്കവേഷൻ, സെക്കൻഡ് ഫിനിഷ് ഓഫ് ട്രെൻച്ച്, തേർഡ് ഫൈൻസ്, വാട്ടർ ഇൻ ഫൗണ്ടേഷൻ, ട്രെൻച്ച് ഫില്ലിംഗ്, മെഷർമെന്റ്സ്. ഇങ്ങനെ ഓരോ പോയിന്റ് വൈസ് ആയിട്ട് ലിസ്റ്റ് ഔട്ട് ചെയ്ത് വേണം എഴുതാനായിട്ട്. പിന്നെ എർത്ത് വർക്ക് എക്സ്കവേഷൻ നമ്മൾ പ്രോബ്ലംസ് ചെയ്യാനായിട്ട് എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യേണ്ട ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. മെഷർമെന്റ് എന്തിലാണ് എടുക്കുന്നത്? മെഷർമെന്റ് ഈസ് ടേക്കൺ ഇൻ ക്യൂബിക് മീറ്റേഴ്സ് അല്ലെങ്കിൽ ക്യൂമെക്സ്, മീറ്റർ ക്യൂബ്. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റിലാണ് മെഷർമെന്റ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ലെങ്ത് ഓഫ് എക്സ്കവേഷൻ ഇൻറ്റു ബ്രെഡ്ത്ത് ഓഫ് എക്സ്കവേഷൻ ഇൻറ്റു ഹൈറ്റ് ഓഫ് എക്സ്കവേഷൻ. ഇതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ലൈം കോൺക്രീറ്റ് ഇൻ ഫൗണ്ടേഷൻ. ഇപ്പോൾ ലൈം കോൺക്രീറ്റ് ഇൻ ഫൗണ്ടേഷനകത്ത് നമ്മൾ എന്താണ് ഇപ്പോൾ നല്ല കോൺക്രീറ്റിനകത്താണെങ്കിൽ നമ്മൾ എന്താണ് ആദ്യമേ എഴുതുന്നത്? മെറ്റീരിയൽസ് ആണ്. കോൺക്രീറ്റ് ആകുമ്പോൾ നമുക്ക് 3 മെറ്റീരിയൽസ് ആണ് യൂഷ്വലി ഉള്ളത്. കോഴ്സ് അഗ്രിഗേറ്റ്, ഫൈൻ അഗ്രിഗേറ്റ്, പിന്നെന്താണ് ബൈൻഡിങ് ഏജന്റ്. അപ്പോൾ ലൈം കോൺക്രീറ്റ് ആയതുകൊണ്ട് ബൈൻഡിങ് ഏജന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ലൈം ആണ്. ലൈമിന്റെ പേര് വൈറ്റ് ഫാറ്റ് ലൈം. White fat lime is used for lime concrete in foundation. ഞാൻ മിക്സ് പ്രപ്പോർഷൻ പറഞ്ഞിരുന്നു. 100:32:16 by volume. പിന്നെ മിക്സിംഗ്, ലേയിങ് ആൻഡ് കോമ്പാക്ടിങ്, ക്യൂറിങ്. അപ്പോൾ ഇത് എത്ര ദിവസം ക്യൂർ ചെയ്യണം? 7 days ക്യൂർ ചെയ്യണം. എന്തുകൊണ്ടാണ് നമ്മൾ ഒരു കോൺക്രീറ്റ് ക്യൂർ ചെയ്യണമെന്ന് പറയുന്നത്? വാട്ട് ഇസ് ദ റീസൺ ബിഹൈൻഡ് ദാറ്റ്? നമ്മൾ കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താണ് വാട്ടർ സ്പ്രിങ്കിൾ ചെയ്യും. എന്തുകൊണ്ടാണ് ആ സ്പ്രിങ്കിളിങ്? എന്തിനാണ് ആ വാട്ടർ സ്പ്രിങ്കിൾ ചെയ്യുന്നത്? ക്രാക്ക് വരാണ്ടിരിക്കാൻ. അതായത് സിമെന്റ് വാട്ടറുമായിട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഹീറ്റ് ലിബറേറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ എന്ന പ്രോപ്പർട്ടി ഉണ്ടാവും. അപ്പോൾ ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ എന്ന് വെച്ചാൽ ആ കോൺക്രീറ്റ് ഹീറ്റ് ലിബറേറ്റ് ചെയ്യും. ആ ചൂട് ഒരുപാട് കൂടുതലാണെങ്കിൽ കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സിൽ ക്രാക്ക് വീഴും. അപ്പോൾ ടു റെഡ്യൂസ് heat of hydration, thereby reducing the cracks in the structure, നമ്മൾ ക്യൂർ ചെയ്യണം. ലൈം കോൺക്രീറ്റ് ഇൻ റൂഫ് ടെറസ്. അപ്പോൾ ഇവിടെയും മെഷർമെന്റ് ലൈം കോൺക്രീറ്റ് ഇൻ ഫൗണ്ടേഷൻ. ലൈം കോൺക്രീറ്റ് ഇൻ ഫൗണ്ടേഷൻ ഇതിന്റെ മെഷർമെന്റും നമ്മൾ എടുക്കുന്നത് മീറ്റർ ക്യൂബിലാണ്. മെഷർമെന്റ്സ് ആർ ടേക്കൺ ഇൻ ക്യൂമെക്സ് ഫോർ ഫിനിഷ്ഡ് കോൺക്രീറ്റ്. അപ്പോൾ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് എടുക്കും. തേർഡ് പറഞ്ഞത് ലൈം കോൺക്രീറ്റ് ഇൻ റൂഫ് ടെറസിങ്. ഇവിടെ നമുക്ക് മെറ്റീരിയൽസ് ആയിട്ടുള്ളത് കോഴ്സ് അഗ്രിഗേറ്റ്, ഫൈൻ അഗ്രിഗേറ്റ് ആൻഡ് ലൈം. ഇവിടെ കോഴ്സ് അഗ്രിഗേറ്റിന്റെ സൈസ് 25 mm ആണ് എടുക്കുന്നതെന്ന് കൂടെ ഓർത്തിരിക്കുക. ലൈം കോൺക്രീറ്റ് ഇൻ ഫൗണ്ടേഷനകത്ത് കോഴ്സ് അഗ്രിഗേറ്റിന്റെ സൈസ് വരുന്നത് കുറച്ചും കൂടി വലിയ സൈസ് ആയിരിക്കും വരിക. 40 mm സൈസ് ആണ് ഫൗണ്ടേഷനകത്തുള്ള കോഴ്സ് അഗ്രിഗേറ്റിന്റെ സൈസ്. പക്ഷേ ലൈം കോൺക്രീറ്റ് ഇൻ റൂഫ് ടെറസിങ് ആകുമ്പോൾ സൈസ് കുറഞ്ഞു. എത്ര? 25 mm ആണ് സൈസ്. ആ സൈസ് ഒക്കെ കറക്റ്റ് ആയിട്ട് എക്സാമിന് എഴുതിയാൽ മാത്രമേ നിങ്ങൾക്ക് മാർക്ക് കിട്ടുള്ളൂ, അല്ലെങ്കിൽ അതിനകത്തെല്ലാം നിങ്ങൾക്ക് മാർക്ക് റെഡ്യൂസ് ചെയ്യും.
ഇനി അതിന്റെ മിക്സ് പ്രപ്പോർഷൻ കൊടുത്തിരിപ്പുണ്ട്. 100:36:18 ആണ് മിക്സ് പ്രപ്പോർഷൻ. ഇനി മിക്സിംഗ്, അപ്പോൾ കോൺക്രീറ്റ് നമുക്ക് രണ്ട് രീതിയിൽ മിക്സ് ചെയ്യും. ഒന്നെങ്കിൽ ഹാൻഡ് മിക്സിംഗ് ചെയ്യാം, അല്ലെങ്കിൽ മെഷീൻ മിക്സിംഗ് ചെയ്യാം. പിന്നെന്താണ് ഫിനിഷിംഗ്, ക്യൂറിംഗ്. ഇവിടെ മെഷർമെന്റ് എടുക്കുന്നത് സ്ക്വയർ മീറ്ററിലാണ്. ഈ ഒരു കേസിൽ മാത്രമേ ഉള്ളൂ നമ്മൾ കോൺക്രീറ്റ് ചെയ്യുമ്പോൾ സ്ക്വയർ മീറ്ററിൽ എടുക്കുന്നത്. റൂഫ് ടെറസിംഗ്, ലൈം കോൺക്രീറ്റ് ഇൻ റൂഫ് ടെറസിംഗ് ആണ്. അപ്പോൾ ലൈം കോൺക്രീറ്റിംഗ് റൂഫ് ടെറസിംഗിൽ നമ്മൾ മെഷർമെന്റ് എടുക്കുന്നത് സ്ക്വയർ മീറ്റേഴ്സ്, ഏരിയയിലാണ് മെഷർമെന്റ് എടുക്കുന്നത്. അത് ഓർത്തിരിക്കുക. അത് എക്സാമിന് പലരും തെറ്റിക്കുന്നതാണ്. അപ്പോൾ ഓർത്തിരിക്കുക, ലൈം കോൺക്രീറ്റിംഗ് ഇൻ റൂഫ് ടെറസിംഗ് അവിടെ മെഷർമെന്റ് എടുക്കുന്നത് മീറ്റർ സ്ക്വയറിലാണ്, ഏരിയയിലാണ് മെഷർമെന്റ്സ് എടുക്കുന്നത്. ഇനി ഒരു കാര്യം കൂടി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു, സിമെന്റ് കോൺക്രീറ്റ്. സിമെന്റ് കോൺക്രീറ്റ് 1:2:4. 1:2:4 എന്ന് വെച്ചാൽ എന്താണ്? M15 ഗ്രേഡ് കോൺക്രീറ്റ് ആണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നമുക്ക് മെറ്റീരിയൽസ് എന്താണ്? സിമെന്റ് കോൺക്രീറ്റ് ആകുമ്പോൾ സിമെന്റ് ഈസ് യൂസ്ഡ് ആസ് എ ബൈൻഡിങ് ഏജന്റ്. അപ്പോൾ സിമെന്റ്, ഫൈൻ അഗ്രിഗേറ്റ്, കോഴ്സ് അഗ്രിഗേറ്റ്, വാട്ടർ. ഓക്കെ, ഇനി നമ്മൾ ഇതിന്റെ പ്രപ്പോർഷൻസ് പറഞ്ഞു. 1:2:4 ആണ് പ്രപ്പോർഷൻ. നമുക്ക് മിക്സിംഗ് ഒന്നുകിൽ എന്ത് ചെയ്യാം? ഹാൻഡ് മിക്സിംഗ് അഡോപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ മെഷീൻ മിക്സിംഗ് അഡോപ്റ്റ് ചെയ്യാം. ഇനി സ്ലംബ്, ഞാൻ അടുത്ത ക്ലാസ്സിൽ കാണിച്ചു തരാന്ന് പറഞ്ഞു, സ്ലംബ് ടെസ്റ്റ് ചെയ്യുന്ന അപ്പാരറ്റസ്. കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു സ്ലംബ് ടെസ്റ്റ്. ഇതാണ് ആ പറയുന്ന സ്ലംബ് ടെസ്റ്റ്. ഓക്കെ, അതിനകത്ത് ആദ്യം ഫിഗർ 1 നോക്കാം. അപ്പോൾ നമുക്ക് ഒരു ട്രയാങ്കുലർ ഷേപ്പ് കാണുന്നതിനെയാണ് സ്ലംബ് ടെസ്റ്റിംഗ് അപ്പാരറ്റസ്. ഒരു ട്രയാങ്കുലർ കോണിന്റെ ആകൃതിയിൽ ഇരിക്കുന്ന കോണിന്റെ ഷേപ്പിലായിരിക്കും സ്ലംബ് ടെസ്റ്റ് അപ്പാരറ്റസ് ഇരിക്കുന്നത്. അതിന്റെ 1/3 നമ്മൾ കോൺക്രീറ്റ് ഇട്ട് ഫില്ല് ചെയ്യും, എന്നിട്ട് ടാമ്പിംഗ് റോഡ് വെച്ച് ടാമ്പ് ചെയ്യും. കണ്ടോ എല്ലാവരും? ഈ ട്രയാങ്കുലർ പോർഷൻ, ഇതിനെയാണ് നമ്മൾ സ്ലംബ് ടെസ്റ്റ് അപ്പാരറ്റസ്. അതിന്റെ 1/3 നമ്മൾ കോൺക്രീറ്റ് ഇട്ടിട്ട് ടാമ്പിംഗ് റോഡ് വെച്ച് ടാമ്പ് ചെയ്യും. ഇനി സെക്കൻഡ് എന്താ ചെയ്യുന്നത്? അതിന്റെ വീണ്ടും 1/3 വീണ്ടും 1/3 എന്ത് ചെയ്തു? കോൺക്രീറ്റ് ഇട്ടിട്ട് ടാമ്പിംഗ് റോഡ് വെച്ച് ടാമ്പ് ചെയ്യും. തേർഡ് സ്റ്റെപ്പിൽ അത് ഫുള്ള് കോൺക്രീറ്റ് ഇട്ട് ഫിക്സ് ചെയ്തിട്ട് ടാമ്പ് ചെയ്യും. എന്നിട്ട് മുകളിൽ വരുന്ന എക്സ്ട്രാ പോർഷൻസ് നമ്മൾ റിമൂവ് ചെയ്യും. അതാണ് ഫോർത്ത് ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. ഇനി ഫിഫ്ത്ത് സ്റ്റെപ്പിൽ എന്ന് വെച്ചാൽ നമ്മൾ എന്താണ്? ആ കോൺ അങ്ങ് റിമൂവ് ചെയ്യും. കോൺ റിമൂവ് ചെയ്യുമ്പോൾ ഉള്ളിലുള്ള കോൺക്രീറ്റ് എന്താണ്? ഒരു ഇറഗുലർ ഷേപ്പിലേക്ക് വരും. നല്ല കോൺക്രീറ്റ് ആണെങ്കിൽ എന്താണ്? കറക്റ്റ് ട്രയാങ്കുലർ ഷേപ്പിൽ തന്നെ വരും. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? നമ്മൾ ആ ട്രയാങ്കുലർ ഇൻസ്ട്രുമെന്റ് റിമൂവ് ചെയ്തപ്പോൾ ഉള്ളിലുള്ള കോൺക്രീറ്റിന്റെ ഷേപ്പ് ഇങ്ങനെ ചേഞ്ച് ചെയ്ത് വന്നു. അപ്പോൾ ഒറിജിനൽ കോണിന്റെ ഹൈറ്റും നമ്മുടെ സ്ലംബിന്റെ ഹൈറ്റും, അതായത് കോൺക്രീറ്റിന്റെ ഹൈറ്റ് നമ്മുടെ ഡിഫറൻസിനെയാണ് സ്ലംബ് ഹൈറ്റ് എന്ന് പറയുന്നത്. സ്ലംബ് ഹൈറ്റ്. അപ്പൊ നമുക്ക് 3-4 രീതിയിൽ വരും. ഫസ്റ്റ് വൺ ആണ് ട്രൂ സ്ലംബ്. സെക്കൻഡ് 1-0 എന്ന് വെച്ചാൽ ആ ട്രയാങ്കുലർ പോർഷൻ റിമൂവ് ചെയ്തപ്പോഴും അതേ കണക്ക് തന്നെ വന്നു. തേർഡ് വൺ കൊളാപ്സ്ഡും, ഫോർത്ത് വൺ ഷിയർ. ഈ 3 രീതിയിലാണ് നമുക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ പ്രൊസീജിയറിനകത്ത് സ്ലംബിന്റെ ഹൈറ്റ് കൊടുത്തിരുന്നു. A slump of 7.5 to 10 centimeter may be allowed for building work and 3 to 4 may be adopted for road work. അപ്പോൾ സ്ലം ഹൈറ്റ് എന്ന് വെച്ചാൽ ഈ ലാസ്റ്റ് ഫിഗറിൽ കാണിച്ചിരിക്കുന്നതാണ്. കണ്ടോ? നമ്മൾ ആ ട്രയാങ്കുലർ പോർഷൻ റിമൂവ് ചെയ്തു. ട്രയാങ്കുലർ പോർഷൻ റിമൂവ് ചെയ്തപ്പോൾ ഉള്ളിലുള്ള കോൺക്രീറ്റ് എന്തായി? ഇങ്ങനെ താഴത്തേക്ക് സ്പ്രെഡ് ആവും. അപ്പോൾ ഒറിജിനൽ ട്രയാങ്കിളിന്റെ ഹൈറ്റും ഇപ്പോൾ കൊളാപ്സ്ഡ് ആയി നിൽക്കുന്ന ട്രയാങ്കിളിന്റെ ഹൈറ്റും കൂടെ ഉള്ള ഡിഫറൻസ് ആണ് സ്ലംബ് ഹൈറ്റ് എന്ന് പറയുന്നത്. സ്ലംബ് ഹൈറ്റ്. A slump of 7.5 centimeter to 10 centimeter allowed for building work and 3 to 4 centimeter may be allowed for road work. അപ്പോൾ നമ്മൾ പ്രാക്ടിക്കൽ ഒരു വർക്ക് ചെയ്യുമ്പോൾ, ഇപ്പൊ നമ്മൾ കോൺക്രീറ്റ് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ സ്ലംബ് ഒക്കെ ടെസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ആ വർക്ക് പ്രൊസീഡ് ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ കോൺക്രീറ്റ് ഒരു ഇമ്പോർട്ടന്റ് വർക്ക് ചെയ്യുവാണ്, ഇപ്പൊ ഒരു ഗവൺമെന്റ് വർക്ക് ഒക്കെ ചെയ്യാൻ നേരത്ത് നമ്മൾ ചുമ്മാ കോൺക്രീറ്റ് പ്രിപ്പയർ ചെയ്ത് ഉടനെ എടുത്ത് അങ്ങിട്ട് ചെയ്യത്തില്ല. നമ്മൾ ഈ ടെസ്റ്റ് ഒക്കെ ഒന്ന് പെർഫോം ചെയ്ത് നോക്കിയിട്ട് അക്സെപ്റ്റബിൾ ലിമിറ്റ്സ് ആണോ എന്ന് ചെക്ക് ചെയ്തതിനു ശേഷം മാത്രമേ ആ കോൺക്രീറ്റ് വർക്ക് പ്രൊസീഡ് ചെയ്യാറുള്ളൂ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും മനസ്സിലായോ എന്താണ് സ്ലംബ് എന്ന്? സ്ലംബ് ടെസ്റ്റ്, സ്ലംബ് എന്താന്ന് ക്ലിയർ ആയോ?
നിങ്ങൾ നാളെ പ്രാക്ടിക്കലിൽ എന്തെങ്കിലും ഫീൽഡിലൊക്കെ പോയി നിൽക്കുമ്പോൾ ചെയ്യുന്ന കാണാം, ടെസ്റ്റ് ചെയ്യുന്ന കാണാം. അപ്പൊ ഇത്രയും കാര്യങ്ങളായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. അത് കണക്ക് തന്നെ ലൈം കോൺക്രീറ്റിംഗ് ഫൗണ്ടേഷന്റെ മെഷർമെന്റ് എടുക്കുന്നത് ക്യൂബിക് മീറ്റേഴ്സ്, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റിലാണ് എടുക്കുന്നത്. ഈ ഫിഫ്ത് വൺ, റീഇൻഫോഴ്സ്ഡ് സിമെന്റ് കോൺക്രീറ്റ്. എന്താ റീഇൻഫോഴ്സ്ഡ് സിമെന്റ് കോൺക്രീറ്റ് അല്ലെങ്കിൽ RCC എന്ന് വെച്ചാൽ? റീഇൻഫോഴ്സ്ഡ് സിമെന്റ് കോൺക്രീറ്റ് അല്ലെങ്കിൽ RCC എന്ന് വെച്ചാൽ എന്താ? റീഇൻഫോഴ്സ്ഡ് സിമെന്റ് കോൺക്രീറ്റ് അല്ലെങ്കിൽ RCC എന്ന് വെച്ചാൽ എന്താ? കോൺക്രീറ്റ് എന്ന് വെച്ചാൽ എന്താ? ഓരോന്നായിട്ട് ചോദിക്കണോ? എന്താ കോൺക്രീറ്റ്? സോ കോൺക്രീറ്റ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ പ്ലെയിൻ സിമെന്റ് കോൺക്രീറ്റ് എന്ന് പറയുമ്പോൾ അതിന്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെ ആയിരിക്കും? സിമെന്റ്, ഫൈൻ അഗ്രിഗേറ്റ്, കോഴ്സ് അഗ്രിഗേറ്റ് ആൻഡ് വാട്ടർ. ഇനി റീഇൻഫോഴ്സ്ഡ് സിമെന്റ് കോൺക്രീറ്റ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ എന്തും കൂടെ ആഡ് ചെയ്യുന്നു? റീഇൻഫോഴ്സ്മെന്റും കൂടി കോൺക്രീറ്റിലേക്ക് ആഡ് ചെയ്യുന്നു. അതായത് കോൺക്രീറ്റിന് എന്താണ് പ്രോപ്പർട്ടി? കോൺക്രീറ്റ് ഈസ് വീക്ക് ഇൻ ടെൻഷൻ. അപ്പോ ആ പ്രോപ്പർട്ടി വിസ്റ്റാൻഡ് ചെയ്യാനാണ് കോൺക്രീറ്റിനകത്ത് റീഇൻഫോഴ്സ്മെന്റ് ആഡ് ചെയ്യുന്നത്. റീഇൻഫോഴ്സ്ഡ് സിമെന്റ് കോൺക്രീറ്റ്, അതായത് TMT ബാസ് കോൺക്രീറ്റിലേക്ക് ആഡ് ചെയ്യുന്നത് കോൺക്രീറ്റിന് എന്ത് കൊടുക്കാനാണ്? ടെൻഷൻ. കോൺക്രീറ്റ് ഈസ് വീക്ക് ഇൻ ടെൻഷൻ. ആ പ്രോപ്പർട്ടി ഓവർകം ചെയ്യാനായിട്ടാണ് നമ്മൾ റീഇൻഫോഴ്സ്മെന്റ്സ് ആഡ് ചെയ്യുന്നത്. ഇപ്പോൾ കോൺക്രീറ്റ് വീക്ക് ഇൻ ടെൻഷൻ ആണ്, പക്ഷെ കോൺക്രീറ്റ് സ്ട്രോങ് ഇൻ കംപ്രഷൻ ആണ്. അപ്പോൾ കോൺക്രീറ്റിനകത്ത് ടെൻസൈൽ ഫോഴ്സ് ഡെവലപ്പ് ചെയ്യുന്ന റീജിയൻസിലാണ് നമ്മൾ റീഇൻഫോഴ്സ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി ഇതിനകത്ത് ഈ ഇമേജിൽ ഇങ്ങനെ കവർ ബ്ലോക്സ് നമുക്ക് കൊടുത്തിട്ടുണ്ട്. എന്താ കവർ ബ്ലോക്ക് എന്ന് വെച്ചാൽ അറിയാമോ? കവർ ബ്ലോക്ക് എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. നമുക്ക് റീഇൻഫോഴ്സ്മെന്റ്സ് ആഡ് ചെയ്യണം. വരച്ച് കാണിക്കാം. ഇതൊരു റൂഫ് സ്ലാബിന്റെ ക്രോസ് സെക്ഷൻ. ഈ റൂഫ് സ്ലാബിൽ മുകളിലാണ് വെയിറ്റ് വരുന്നത് W1, അടുത്ത വെയിറ്റ് W2. ഇതിനകത്ത് എവിടെ ടെൻഷൻ എവിടെ കംപ്രഷൻ വരുമെന്ന് പറഞ്ഞേ? ഇതിൽ എവിടെയാണ് ടെൻഷൻ വരിക, എവിടെയാണ് കംപ്രഷൻ വരിക? ഇവിടെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ കോളംസ് ഒക്കെ ഉണ്ട്, അല്ലെങ്കിൽ വാൾസ്. കോളം അല്ല, വാൾ. സ്ലാബ് ഇത് വാളാണ്. ഈ തന്നിരിക്കുന്ന സ്ലാബിൽ എവിടെ ടെൻഷൻ വരും, എവിടെ കംപ്രഷൻ വരും? ടെൻസൈൽ ഫോഴ്സ് ഡെവലപ്പ് ചെയ്യുന്നത് താഴെയായിരിക്കും. കംപ്രസീവ് ഫോഴ്സ് ഡെവലപ്പ് ചെയ്യുന്നത് ആ ലോഡ് അപ്ലൈ ചെയ്യുന്ന പോർഷൻ ആയിരിക്കും കംപ്രഷൻ ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ, ശരിയാണോ? ഇനി എന്താണ്, ഇപ്പൊ നമ്മൾ എവിടെ റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കണമെന്നാ പറയുന്നത്? അപ്പൊ എന്താണ്, ടെൻഷൻ വരുന്ന റീജിയനിലാണ് നമ്മൾ റീഇൻഫോഴ്സ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മൾ ഇങ്ങനെ റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കും. ഇനി നമുക്ക് റീഇൻഫോഴ്സ്മെന്റ് അറിയാം. നമ്മൾ TMT ബാസ് മേടിക്കുമ്പോൾ ഇങ്ങനെ സ്ട്രെയിറ്റ് ബാസ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. പക്ഷെ നമ്മൾ ആ റീഇൻഫോഴ്സ്മെന്റ് ബാസ് എന്താണ്, ഒരു കോൺക്രീറ്റിലേക്ക് കൊടുക്കുമ്പോൾ ആ റീഇൻഫോഴ്സ്മെന്റ് ബാസിന്റെ രണ്ട് എൻഡിലും സർക്കുലർ ഹൂക്ക് അല്ലെങ്കിൽ റെക്ടാങ്കുലർ ഹൂക്സ് പ്രൊവൈഡ് ചെയ്യണം. ഇതാണ് സർക്കുലർ ഹൂക്ക് അല്ലെങ്കിൽ റെക്ടാങ്കുലർ ഹൂക്സ് പ്രൊവൈഡ് ചെയ്യണം. അതേ കണക്ക് തന്നെ നമ്മൾ റീഇൻഫോഴ്സ്മെന്റ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ എന്താണ്, ഒരു ക്ലിയർ കവർ പ്രൊവൈഡ് ചെയ്യണം. ഇതിപ്പോ സ്ലാബാണ്, ഇത് സ്ലാബിന്റെ ബോട്ടമാണ്, ഇത് സ്ലാബിന്റെ ബോട്ടം. ആ സ്ലാബിന്റെ ബോട്ടത്തിൽ നിന്ന് കുറച്ച് ഹൈറ്റ് ഒരു ക്ലിയർ കവർ പ്രൊവൈഡ് ചെയ്യണം. അപ്പൊ ആ ക്ലിയർ കവർ പ്രൊവൈഡ് ചെയ്യാനായിട്ടാണ് നമ്മൾ കവർ ബ്ലോക്സ് കൊടുക്കുന്നത്. നമുക്ക് ഇങ്ങനെ കോൺക്രീറ്റ് ചെയ്യുന്നതിന് മുന്നേ എന്താണ്, ആദ്യമേ ഫോം വർക്ക് ചെയ്യും. ഫോം വർക്ക് കൊടുത്തിട്ട് അതിന്റെ മുകളിൽ കവർ ബ്ലോക്സ് വെച്ചിട്ട് അതിന്റെ മുകളിലാണ് റീഇൻഫോഴ്സ്മെന്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. കണ്ടില്ലേ? അപ്പൊ കവർ ബ്ലോക്സ്, ഇപ്പൊ കവർ ബ്ലോക്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്ന് വെച്ചാൽ നമുക്ക് റിക്വയർഡ് ക്ലിയർ കവർ, റീഇൻഫോഴ്സ്മെന്റ് റിക്വയർഡ് ക്ലിയർ കവർ കിട്ടാനായിട്ടാണ് കവർ ബ്ലോക്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ കവർ ബ്ലോക്സിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് 2.5 സെന്റിമീറ്റർ ബൈ 2.5 സെന്റിമീറ്റർ ആണ് കവർ ബ്ലോക്സിന്റെ സ്റ്റാൻഡേർഡ് ഡയമെൻഷൻ.
ഇനി നമുക്ക് ഇത് കണക്ക് ബീംസും കോളംസും ഒക്കെ വന്നു കഴിയുമ്പോൾ നമുക്ക് കവർ കുറച്ചുകൂടി ഇൻക്രീസ് ചെയ്യണം. അപ്പൊ ഫോർ എക്സാമ്പിൾ ബീംസിനകത്താണെങ്കിൽ കവർ 4 സെന്റിമീറ്റർ ടു 5 സെന്റിമീറ്റർ വരും. അതേ കണക്ക് തന്നെ സ്ലാബിലാണെങ്കിൽ 1 സെന്റിമീറ്റർ ടു 2 സെന്റിമീറ്റർ മതിയാവും. അപ്പൊ നമുക്ക് ഏതാണ് കോൺക്രീറ്റ് സ്ട്രക്ചർ അതനുസരിച്ചിട്ട് കവർ ബ്ലോക്കിന്റെ തിക്നെസ് വേരി ചെയ്യും. അപ്പോൾ കവർ ബ്ലോക്സിന് നമ്മൾ ചെയ്യുന്നത് 1:2 സിമെന്റ്സ് ആൻഡ് മോട്ടറിലാണ് കവർ ബ്ലോക്സ് നമ്മൾ കാസ്റ്റ് ചെയ്യുന്നത്. കവർ ബ്ലോക്സ് 1:2 സിമെന്റ്സ് ആൻഡ് മോട്ടർ, അതായത് 1 പാർട്ട് ഓഫ് സിമെന്റ് ആൻഡ് 2 പാർട്ട് ഓഫ് സാൻഡ് വെച്ചിട്ടാണ് നമ്മൾ ഈ കാണിച്ചിരിക്കുന്ന കവർ ബ്ലോക്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. കവർ ബ്ലോക്സിന്റെ ഫംഗ്ഷൻ എന്താണ്? ടു ഗെറ്റ് ദ റിക്വയർഡ് ക്ലിയർ കവർ ഫോർ റീഇൻഫോഴ്സ്മെന്റ് ഇൻ ആൻ RCC സ്ട്രക്ചർ. റീഇൻഫോഴ്സ്മെന്റിന്റെ ഫംഗ്ഷൻ എന്താണ്? റീഇൻഫോഴ്സ്മെന്റ് വിൽ ടേക്ക് അപ്പ് ദ ടെൻസൈൽ ഫോഴ്സസ് ആക്ടിങ് ഓൺ ദ സ്ട്രക്ചർ. ഓക്കെ, അപ്പൊ അതാണ് നമ്മൾ ഫസ്റ്റ് പോയിന്റ് സ്റ്റീലിൽ പറയുന്നത്. കവർ ബ്ലോക്സിന്റെ ഡയമെൻഷനും ഡീറ്റെയിൽസും ആണ് ഇവിടെ പറയുന്നത്. ഇനി നെക്സ്റ്റ് ഫോം വർക്ക്. എന്താ ഫോം വർക്ക് എന്ന് വെച്ചാൽ ആരെങ്കിലും പറഞ്ഞേ, ഫോം വർക്ക് എന്ന് വെച്ചാൽ എന്താന്ന്? ഫോം വർക്ക് ആർക്കും അറിയില്ല ഫോം വർക്ക് എന്താന്ന്? ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്ത് എന്താ ഫോം വർക്ക് എന്ന് വെച്ചാല്. എന്താ ഫോം വർക്ക്? FORMWORK. സപ്പോർട്ട്സ്. എന്തിന്റെ സപ്പോർട്ട് ഇവിടെ ഒന്ന് പറയുമോ? നമ്മൾ കോൺക്രീറ്റ് ലേ ചെയ്യണമെങ്കിൽ നമുക്ക് എന്തുണ്ടാവണം? കോൺക്രീറ്റ് പോർ ചെയ്യാനായിട്ടാണ് നമ്മൾ എന്ത് പ്രൊവൈഡ് ചെയ്യുന്നത്? ഫോം വർക്ക്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ഫോം വർക്ക്സിനകത്ത് നമുക്ക് സെന്ററിങ്ങും ഷട്ടറും ഉണ്ട്. അതെ, ഷട്ടറിങ് എന്ന് പറഞ്ഞാൽ ടെമ്പററി മോൾഡ് ഫോർ സപ്പോർട്ടിങ് കോൺക്രീറ്റ്. അപ്പോൾ ഇതാണ് ഷട്ടറിങ്. ഷട്ടറിങ് നമ്മൾ എവിടെ യൂസ് ചെയ്യുന്നത്? വെർട്ടിക്കൽ ആയിട്ടുള്ള കോൺക്രീറ്റിംഗ് വരുമ്പോൾ, ഫോർ എക്സാമ്പിൾ കോളംസ് അല്ലെങ്കിൽ റീറ്റെയിനിങ് വോളിനൊക്കെയാണ് നമ്മൾ ഈ സെന്ററിങ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഷട്ടറിങ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത് ഷട്ടറിങ് ആണ്. ഷട്ടറിങ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്താണ്? വെർട്ടിക്കൽ ആയിട്ടുള്ള കോൺക്രീറ്റിങ്ങിനാണ് ഷട്ടറിങ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. സെന്ററിങ്സ് എന്താണ്? ഹൊറിസോണ്ടൽ കോൺക്രീറ്റിങ്ങിനെ സപ്പോർട്ട് ചെയ്യാനാണ് സെന്ററിങ്സ് യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ എന്താണ്? ബീംസ്, കോളംസിനകത്താണ് സെന്ററിങ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ സ്പെസിഫിക്കേഷൻസ് ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫോം വർക്ക്. Centering and shuttering shall be made with timber or steel plate, close and tight to prevent leakage or mortar with necessary props, bracings, wedges, etc. അപ്പോൾ ഫോം വർക്ക് എന്തായിരിക്കണം? അത് ഒന്നെങ്കിൽ ടിമ്പർ അല്ലെങ്കിൽ സ്റ്റീൽ പ്ലേറ്റ്, അത് ക്ലോസ്ഡ് ആയിരിക്കണം. പിന്നെ ഫോം വർക്ക് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ കറക്റ്റ് ലെവൽ സർഫസിലായിരിക്കണം ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഫോം വർക്സിനിടയിൽ ഗ്യാപ്പ് ഉണ്ടാകാൻ പാടില്ല. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യണം? കെയർഫുൾ ആയിരിക്കണം. പിന്നെന്താണ്? ഫോം വർക്കിനുള്ളിൽ ഓയിൽ ചെയ്യും. എന്തിനാണ്? ടു പ്രിവെന്റ് കോൺക്രീറ്റ് സ്റ്റിക്കിംഗ് ടു ഇറ്റ്. ഈ ഫോം വർക്ക് ഷുഡ് നോട്ട് ബി റിമൂവ്ഡ് ബിഫോർ 14 days. അപ്പോൾ ഫോം വർക്ക് എത്ര ദിവസം അതേ കണക്കിന് ഇരിക്കണം? ഷുഡ് നോട്ട് ബി റിമൂവ്ഡ് ബിഫോർ 14 days, അല്ലെങ്കിൽ 14 days കഴിഞ്ഞിട്ടേ ഫോം വർക്ക് റിമൂവ് ചെയ്യാൻ പാടുള്ളൂ. ആൻഡ് ഫോം വർക്ക് എന്താണ്? റിമൂവ് ചെയ്യുമ്പോൾ ഇറ്റ് ഷുഡ് ബി കെയർഫുൾ വിത്തൗട്ട് ഡിസ്റ്റർബിങ് ദ കോൺക്രീറ്റ്. അപ്പോൾ അതേ കണക്ക് തന്നെ ഇപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഹോസ്പിറ്റൽ ബിൽഡിംഗ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഈ ക്യാൻസർ ട്രീറ്റ്മെന്റിനൊക്കെ ഒരു സ്പെഷ്യലി ഡിസൈൻഡ് വാൾസ് ഒക്കെ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഇപ്പൊ സാധാരണ നമ്മൾ ഒരു സ്കൂൾ ബിൽഡിങ്സ് ഒക്കെ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ അവിടുത്തെ വാൾസ് എന്തായിരിക്കും? വാൾസ് ബ്രിക്ക് വെച്ചിട്ടാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. പക്ഷേ ഈ ഹോസ്പിറ്റൽ ബിൽഡിങ്സിനകത്ത് ക്യാൻസർ ട്രീറ്റ്മെന്റിന്റെ റേഡിയേഷൻ റൂംസ് ഒക്കെ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത് ഫുൾ കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സ് ആയിരിക്കും. വാൾസ് എല്ലാം കോൺക്രീറ്റ് ആയിരിക്കും ടു പ്രിവെന്റ് എന്താണ്? ലീക്കേജ് ഓഫ് റേഡിയേഷൻ ടു സറൗണ്ടിങ്സ്. അപ്പൊ അങ്ങനെയുള്ള കേസിൽ നമുക്ക് എന്താണ്? സെന്ററിങ്സും ഷട്ടറിങ്സും എല്ലാം വരും ആ ഒരു റൂമിനകത്ത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ആ സെന്ററിങ്ങും ഷട്ടറിങ്ങും ഒക്കെ പ്രോപ്പർ ആയിട്ട് തന്നെ ചെയ്യണം. അല്ലെങ്കിൽ എന്തായിരിക്കും? കോൺക്രീറ്റ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന കോൺക്രീറ്റിനകത്ത് അണ്ടുലേഷൻസ് ഉണ്ടാവും. അണ്ടുലേഷൻസ് വന്നു കഴിഞ്ഞാൽ ലീക്കേജ് ഓഫ് റേഡിയേഷൻസ് ഉള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. അങ്ങനെയുള്ള കേസുകളിലൊക്കെ ഫോം വർക്കിന് നമ്മൾ സെപ്പറേറ്റ് ഡിസൈനിങ് ഒക്കെ ചെയ്യാറുണ്ട്.
ഓക്കെ, ഇനി നെക്സ്റ്റ് പ്രപ്പോർഷൻ ഓഫ് സിമെന്റ് കോൺക്രീറ്റ്. അപ്പോൾ ഇവിടുത്തെ നമ്മുടെ സിമെന്റ് കോൺക്രീറ്റിന്റെ പ്രപ്പോർഷൻ 1:2:4. 1:2:4 എന്ന് പറയുമ്പോൾ 1 part of cement, 2 part of fine aggregate and 4 parts of coarse aggregate. സോ 1:2:4 നമ്മൾ എന്താണ് സ്ലാബ്സിനും ബീംസിനും ലിൻഡൽസിനും പ്രൊവൈഡ് ചെയ്യുന്നു. ഈ 1:1.5:3 ആണ് ഫോർ കോളംസ്. അപ്പോൾ നമ്മൾ യൂഷ്വലി ഇത് തന്നെയാണ് എല്ലാ സ്ട്രക്ചറിനും കൊടുക്കുന്നതല്ല, നമുക്ക് യൂഷ്വലി പ്രൊവൈഡ് ചെയ്യുന്നത് നെക്സ്റ്റ് പ്രപ്പോർഷൻസ് ആണ്. 1:2:4 ഫോർ സ്ലാബ്, ബീം ആൻഡ് ലിൻഡൽ, 1:1.5:3 ഫോർ കോളംസ്. 1:1.5:3 എന്ന് വെച്ചാൽ M20 ഗ്രേഡ് കോൺക്രീറ്റ് ആണ്. 1:1.5:3. 1:2:4 എന്ന് പറയുമ്പോൾ M15 ആണ് യൂസ് ചെയ്യുന്നത്. അതേ കണക്ക് തന്നെ ഒരു കാര്യം കൂടെ ഓർത്തിരിക്കുക, ഇപ്പോൾ നമ്മൾ മിനിമം ഗ്രേഡ് ഓഫ് റീൻഫോഴ്സ് സിമെന്റ് കോൺക്രീറ്റ് എന്ന് പറയുന്നത് M20 ആണ്. M15 നമ്മൾ യൂസ് ചെയ്യാറില്ല ഇപ്പോഴും. അപ്പോൾ മിനിമം ഗ്രേഡ് ഓഫ് റീൻഫോഴ്സ് സിമെന്റ് കോൺക്രീറ്റ് എന്ന് പറയുന്നത് M20 ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് ആണ്. M15 ഈ 1:2:4 ഇപ്പോൾ നമ്മൾ അഡോപ്റ്റ് ചെയ്യാറില്ല, M20 ആണ് യൂസ് ചെയ്യുന്നത്. ഇനി മെറ്റീരിയൽസ് ഫോർ കോൺക്രീറ്റ് മിക്സിംഗ് നമ്മൾ നേരത്തെ ചെയ്ത അതേ പ്രൊസീജിയർ തന്നെയാണ് പറയുന്നത്. ഇനി ലേയിങ് ഓഫ് കോൺക്രീറ്റ്. കോൺക്രീറ്റ് എങ്ങനെ ലേ ചെയ്യണമെന്നാണ് പറഞ്ഞത്? കോൺക്രീറ്റ് ഷുഡ് ബി എന്താണ് ലേഡ് ജെന്റ്ലി. കോൺക്രീറ്റ് ഒരിക്കലും ത്രോ ചെയ്യരുത് അല്ലെങ്കിൽ പോർ ചെയ്യരുത്. ജസ്റ്റ് ഇറ്റ് ഷുഡ് ബി പ്ലേസ്ഡ് ജെന്റ്ലി ടു ഫോം വർക്ക്. ഓക്കെ, ഇനി ക്യൂറിങ് എന്താണ്? നമുക്ക് എന്താണ് 14 days ക്യൂറിങ് അഡോപ്റ്റ് ചെയ്യാം. ഫിനിഷിങ് ഇനി എന്താ, നമ്മൾ കോൺക്രീറ്റ് സർഫസിന്റെ പുറത്ത് പ്ലാസ്റ്ററിങ് ചെയ്യും. അപ്പോൾ ആഫ്റ്റർ എന്താണ് കോൺക്രീറ്റ് റിക്വയർഡ് സ്ട്രെങ്ത് ഒക്കെ അച്ചീവ് ചെയ്ത് കഴിഞ്ഞ് ഫോം വർക്ക് ഒക്കെ റിമൂവ് ചെയ്തതിനു ശേഷം എന്താണ് സർഫസ് പ്ലാസ്റ്റർ ചെയ്യും. പ്ലാസ്റ്ററിംഗിന്റെ പ്രപ്പോർഷൻ ആണ് 1:3 സിമെന്റ് ആൻഡ് മോർട്ടർ. അതായത് 1 part ഓഫ് സിമെന്റ്. 1 എന്ന് പറയുന്നത് സിമെന്റിന്റെ പാർട്ടും 3 എന്ന് പറയുന്നത് സാൻഡിന്റെ പാർട്ട്. അപ്പോൾ 1 part ഓഫ് സിമെന്റ് ആൻഡ് 3 part ഓഫ് സാൻഡ് വെച്ചിട്ട് നമ്മൾ പ്ലാസ്റ്ററിങ് ചെയ്യും. ഇനി അതിന്റെ മെഷർമെന്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ക്യൂമെക്സ്, അതായത് മീറ്റർ ക്യൂബ്. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ് ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഇതിന്റെ റേറ്റ് അനാലിസിസ് ചെയ്യുമ്പോൾ നമ്മൾ എന്തും കൂടെ എടുക്കുവാണ്. നമുക്കറിയാം റീൻഫോഴ്സ് സിമെന്റ് കോൺക്രീറ്റിനുള്ളിൽ എന്തുണ്ട്? റീൻഫോഴ്സ്മെന്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് കണക്ക് ഈ ഒരു കോൺക്രീറ്റിനുള്ളിൽ റീൻഫോഴ്സ്മെന്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ കോൺക്രീറ്റിന്റെ ക്വാണ്ടിറ്റി എടുക്കുമ്പോൾ എന്താണ് ഹൈറ്റും ലെങ്തും അതേ കണക്ക് തന്നെ ഇതിന്റെ ബ്രെഡ്ത്തും ഇത് ഫുള്ളും കൺസിഡർ ചെയ്യും. നമ്മൾ റീൻഫോഴ്സ്മെന്റിന്റെ ക്വാണ്ടിറ്റി ഡിഡക്ട് ചെയ്യില്ല. ബിക്കോസ് കമ്പയറിംഗ് ടു എന്താണ് റീൻഫോഴ്സ്മെന്റ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് വളരെ ചെറിയൊരു വോളിയം ആയിരിക്കും ഈ സ്ലാബിനകത്ത് ഒക്കുപ്പൈ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് കോൺക്രീറ്റിന്റെ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ഓഫ് സ്ലാബ്. ഈവൻ ദോ റീൻഫോഴ്സ്മെന്റ്സ് ആർ പ്ലേസ്ഡ് ഇൻസൈഡ് ദ കോൺക്രീറ്റ്, ആ റീൻഫോഴ്സ്മെന്റ്സിന്റെ വോളിയം നമ്മൾ ഡിഡക്ട് ചെയ്യില്ല. ഫുൾ സ്ലാബിന്റെ വോളിയം ആണ് കോൺക്രീറ്റിന്റെ ക്വാണ്ടിറ്റി കാൽക്കുലേഷൻ എടുക്കുന്നത്. അപ്പോൾ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് നമ്മൾ കൺസിഡർ ചെയ്യും. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ഓഫ് സ്ലാബ് ആണ് കൺസിഡർ ചെയ്യുന്നത്. ഇനി ഈ റീൻഫോഴ്സ്മെന്റിന്റെ ക്വാണ്ടിറ്റി നമ്മൾ സെപ്പറേറ്റ് ഐറ്റം ആയിട്ട് വേണം കാൽക്കുലേറ്റ് ചെയ്യാൻ. റീൻഫോഴ്സ്മെന്റിന്റെ ക്വാണ്ടിറ്റി സെപ്പറേറ്റ് ഐറ്റം ആയിട്ട് വേണം കാൽക്കുലേറ്റ് ചെയ്യാൻ. പക്ഷെ റീൻഫോഴ്സ്മെന്റ് ക്വാണ്ടിറ്റി കാൽക്കുലേഷൻ നിങ്ങളുടെ സിലബസിൽ മെൻഷൻ ചെയ്യുന്നില്ല നമുക്ക്. അതുകൊണ്ട് അത് പഠിക്കണ്ട. സെപ്പറേറ്റ് ഐറ്റം ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത് മാത്രം ഒന്ന് ഓർത്തിരുന്നാൽ മതി. നെക്സ്റ്റ് വൺ ആണ് ഡാം പ്രൂഫ് കോഴ്സ്. 6th ഐറ്റം ഡാം പ്രൂഫ് കോഴ്സ്. എന്താ ഡാം പ്രൂഫ് കോഴ്സ് എന്ന് വെച്ചാൽ, ഡാം പ്രൂഫ് കോഴ്സ് എവിടെയാ പ്രൊവൈഡ് ചെയ്യുന്നത്? ഡാം പ്രൂഫ് കോഴ്സ് എവിടെയാ പ്രൊവൈഡ് ചെയ്യുക? അല്ലെങ്കിൽ ഡാം പ്രൂഫ് കോഴ്സിന്റെ ഫംഗ്ഷൻ എന്താ? വാട്ടർ ലോഗിങ് ഏരിയാസ്. പക്ഷെ ഒരു ബിൽഡിങ്ങിൽ ഡാം പ്രൂഫ് കോഴ്സ് എവിടെയാ പ്രൊവൈഡ് ചെയ്യുന്നത്? ഒരു റെസിഡൻഷ്യൽ ബിൽഡിംഗ്. ഇപ്പൊ നമ്മുടെ ഒരു റെസിഡൻഷ്യൽ ബിൽഡിംഗിൽ ഡാം പ്രൂഫ് കോഴ്സ് എവിടെയാ? പ്രിവെന്റ് മോയിസ്ചർ എബവ് പ്ലിന്ത് ലെവൽ. അപ്പോൾ ഡാം പ്രൂഫ് കോഴ്സസ് ആർ പ്രൊവൈഡഡ് എബവ് പ്ലിന്ത് ലെവൽ. അല്ലെങ്കിൽ വോളിനും ഗ്രൗണ്ട് ഫ്ലോറിന് വോളിനും പ്ലിന്തിനും ഇടയ്ക്കാണ് ഡാം പ്രൂഫ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ്?
വാളിലേക്ക് ഡാംനെസ് പ്രിവെന്റ് ചെയ്യാനായിട്ടാണ് പ്ലിന്ത് ലെവലിനും അതേ കണക്ക് തന്നെ വാളിന്റെയും ഇടയിൽ ഡാം പ്രൂഫ് കോഴ്സ് പ്ലേസ് ചെയ്യുന്നത്. ഇനി ഡാം പ്രൂഫ് കോഴ്സ് നമ്മൾ യൂഷ്വലി പ്രൊവൈഡ് ചെയ്യുന്ന തിക്നെസ് എന്ന് പറയുന്നത് 25 mm തിക്നെസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ 2.5 സെന്റിമീറ്റർ തിക്നെസ്സിലാണ് ഡാം പ്രൂഫ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ തിക്നെസ് കമ്പാരിറ്റീവ്ലി വളരെ ചെറുതായതുകൊണ്ട് ഡാം പ്രൂഫ് കോഴ്സിന്റെ ക്വാണ്ടിറ്റി കാൽക്കുലേഷനിൽ നമ്മൾ എന്തെടുക്കില്ല, ഡാം പ്രൂഫ് കോഴ്സിന്റെ ക്വാണ്ടിറ്റി കാൽക്കുലേഷനിൽ തിക്നെസ് കൺസിഡർ ചെയ്യില്ല. ഏരിയയാണ് ഡാം പ്രൂഫ് കോഴ്സിന്റെ ക്വാണ്ടിറ്റി കാൽക്കുലേഷനിൽ എടുക്കുന്നത്. ഏരിയ എന്ന് പറയുമ്പോൾ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ. ബിക്കോസ് തിക്നെസ് ഓഫ് ഡാം പ്രൂഫ് കോഴ്സ് എന്ന് വെച്ചാൽ എന്താണ്, 2.5 സെന്റിമീറ്റർ തിക്ക് അല്ലെങ്കിൽ 25 mm ഡാം പ്രൂഫ് കോഴ്സിന് തിക്നെസ് ഉള്ളൂ. അപ്പോൾ ക്വാണ്ടിറ്റി കാൽക്കുലേഷനകത്ത് നമ്മൾ അത് കൺസിഡർ ചെയ്യില്ല. ഇനി നമുക്ക് എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് ഡാം പ്രൂഫ് കോഴ്സിന് യൂസ് ചെയ്യാൻ നോക്കിക്കേ. അപ്പോൾ നമ്മൾ സിമെന്റ് യൂസ് ചെയ്യും, പിന്നെ സാൻഡ് ആൻഡ് സ്റ്റോൺ അഗ്രിഗേറ്റ്. സിമെന്റ്, സാൻഡ് ആൻഡ് സ്റ്റോൺ അഗ്രിഗേറ്റ് ഓഫ് റേഷ്യോ 1:1.5:3 റേഷ്യോയിൽ എടുക്കുവാണ്. പിന്നെ അതിന്റെ കൂടെ 2% ഓഫ് വാട്ടർ പ്രൂഫിംഗ് ഏജന്റ്. വാട്ടർ പ്രൂഫിംഗ് ഏജന്റ് സിമെന്റ്, സീൽ, അക്കോ പ്രൂഫ് ബൈ വെയിറ്റ്, ഏതെങ്കിലും ഒരു വാട്ടർ പ്രൂഫിംഗ് ഏജന്റ് എടുക്കുവാണ്. 2% ആണ് എടുക്കുന്നത്. അല്ലെങ്കിൽ 1 kilogram per bag of cement. 50 kilogram ആണ് ഒരു ബാഗ്. ഒരു ബാഗ് എടുക്കുവാണെങ്കിൽ 1 kilogram ഓഫ് വാട്ടർ പ്രൂഫിംഗ് ഏജന്റ് എടുത്ത് നമ്മൾ മിക്സ് ചെയ്യുവാണ്. ഓക്കെ, ഇനി മിക്സിംഗ് നമ്മൾ നേരത്തെ ചെയ്താണ് കോൺക്രീറ്റിന്റെ മിക്സിംഗ് പോലെ തന്നെയാണ്. ആദ്യം എന്താ ചെയ്യുന്നത്, ആദ്യം സിമെന്റ് ഈസ് തറലി മിക്സ്. ആദ്യം സിമെന്റും നമ്മൾ എടുക്കുന്ന വാട്ടർ പ്രൂഫിംഗ് ഏജന്റും തളവായിട്ട് മിക്സ് ചെയ്യുകയാണ്. ഡ്രൈ മിക്സ് ആണ്, വാട്ടർ മിക്സ് ചെയ്യില്ല. സിമെന്റും നമ്മൾ എടുക്കുന്ന വാട്ടർ പ്രൂഫിംഗ് ഏജന്റും നമ്മൾ പ്രോപ്പറായിട്ട് മിക്സ് ചെയ്യുന്നു. എന്നിട്ട് അതിനെ ആ സിമെന്റും വാട്ടർ പ്രൂഫിംഗ് ഏജന്റുമായിട്ട് മിക്സ് ചെയ്തതിനകത്ത് വീണ്ടും സാൻഡുമായിട്ട് മിക്സ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് 1:2 സിമെന്റ് സാൻഡ് റേഷ്യോ കിട്ടി. ഇനി അതിനെ എന്ത് ചെയ്യുന്നു, ക്ലീൻ വാട്ടറുമായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ലേയിങ് എന്ന് വെച്ചാൽ നമ്മൾ എന്താണ്, പ്ലിന്ത് ലെവലിന്റെ മുകളിൽ പ്രോപ്പറായിട്ട് ലേ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ക്യൂറിങ്, ഇറ്റ് ഷുഡ് ബി കെപ്റ്റ് വെറ്റ് ഫോർ 7 days ആഫ്റ്റർ കൺസ്ട്രക്ഷൻ. ഈ ഓർത്തിരിക്കേണ്ട കാര്യം എന്താണ്, നമ്മൾ ഇതിന്റെ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത് മീറ്റർ സ്ക്വയറിലാണ്. അതായത് ഏരിയ മാത്രമേ എടുക്കുള്ളൂ, തിക്നെസ് ഓഫ് ഡാം പ്രൂഫ് കോഴ്സ് എടുക്കില്ല. 7th one ആണ് ബ്രിക്ക് വർക്ക്. അപ്പോൾ നമുക്ക് ഏതൊരു ബിൽഡിംഗ് എടുത്താലും അതിനകത്ത് എന്തുണ്ടാവും, ബ്രിക്ക് വർക്ക് ഉണ്ടാവും. അപ്പോൾ ബ്രിക്ക് വർക്ക് നമ്മളിവിടെ പറയുന്ന സ്പെസിഫിക്കേഷൻ ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് വർക്ക് ആണ്. ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് വർക്ക്. അപ്പോൾ നമുക്ക് ബ്രിക്കിന്റെ ക്വാളിറ്റി അനുസരിച്ച് ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക്, സെക്കൻഡ് ക്ലാസ് ബ്രിക്ക്, തേർഡ് ക്ലാസ് ബ്രിക്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഏറ്റവും സുപ്പീരിയർ ക്വാളിറ്റി ബ്രിക്ക് എന്ന് പറയുന്നതാണ് ഫസ്റ്റ് ക്ലാസ് ബ്രിക്സ്. അപ്പോൾ ഫസ്റ്റ് ക്ലാസ് ബ്രിക്സിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ അത് പെട്ടെന്ന് റെഗുലർ ഇൻ ഷേപ്പ്, യൂണിഫോം, അതേ കണക്ക് തന്നെ അത് പെട്ടെന്ന് കയ്യിൽ നിന്ന് ഡ്രോപ്പ് ചെയ്താലൊന്നും അത് പൊട്ടിപ്പോകില്ല, പിന്നെ എഫ്ലോറസൻസ് ഉണ്ടാകില്ല. അങ്ങനെ കുറെ പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ട് ഫസ്റ്റ് ക്ലാസ് ബ്രിക്സിന്. ഇനി ആ പ്രോപ്പർട്ടീസ് ആണ് ഡീറ്റെയിൽ അവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി ബ്രിക്സ് മാത്രം പോരാ നമുക്ക് ബ്രിക്ക് വർക്ക് ചെയ്യാനായിട്ട്. ബ്രിക്സിന്റെ കൂടെ എന്തും വേണം, മോട്ടാറും കൂടി വേണം. അപ്പൊ മോട്ടാറിന്റെ പ്രപ്പോർഷൻ പറയുന്നത് 1:3 to 1:6. നമുക്ക് ഏതെങ്കിലും ഒരു പ്രപ്പോർഷൻ അഡോപ്റ്റ് ചെയ്യാം. എന്ന് വെച്ചാൽ ബ്രിക്സിനെ പ്രോപ്പറായിട്ട് ബോണ്ട് ചെയ്ത് നിർത്തണമെങ്കിൽ എന്ത് വേണം, സിമെന്റ് മോട്ടാർ വേണം. അപ്പൊ സിമെന്റ് മോട്ടാറിന്റെ പ്രപ്പോർഷൻ 1:3 to 1:6. That means 1 part of cement and 3 part of fine aggregate. ഇവിടെ ആകുമ്പോൾ 1 part of cement and 6 parts of fine aggregate. നമ്മൾ കണ്ടുണ്ടാവും സോക്കിംഗ് ഓഫ് ബ്രിക്സ്. നമ്മൾ എന്താണ്, ചുടുകട്ട വെള്ളത്തിലിട്ട് വെച്ചേക്കുന്നത് കണ്ടുണ്ടാവും. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഒന്നാമത്തെ കാര്യം ആ ബ്രിക്സ് ഒന്ന് ക്ലീൻ ആവും. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ അതിനുള്ളിൽ എയർ വോയിഡ്സ് ഉണ്ടെങ്കിൽ അത് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ ക്ലേ ബ്രിക്സ്, ചുടുകട്ടയൊക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ബ്രിക്സ് സോക്ക് ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത്. എന്താണ് ഒരു റീസൺ എന്ന് പറയുന്നത്, അതിനകത്തുള്ള എയർ ഗ്യാപ്സ്, അതായത് വോയിഡ്സ്, എയർ ഗ്യാപ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്യാം. പിന്നെ എന്താണ്, ക്ലീൻ ചെയ്തെടുക്കാം. ഇനി ലേയിങ് ഓഫ് ബ്രിക്സ്. അപ്പൊ ലേയിങ് ഓഫ് ബ്രിക്സ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ബ്രിക്സ് എങ്ങനെയാ ലേ ചെയ്യുന്നത്, നമുക്ക് ഒരുപാട് ടൈപ്പ് ഓഫ് ബോണ്ടിങ് ഉണ്ട്. ഒന്നുകിൽ ഇംഗ്ലീഷ് ബോണ്ട്, അല്ലെങ്കിൽ ഫ്ലെമിഷ് ബോണ്ട്, അങ്ങനെ ഒരുപാട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബോണ്ടിങ് ഉണ്ട്. യൂഷ്വലി അഡോപ്റ്റ് ചെയ്യുന്ന ബോണ്ടിങ് എന്ന് വെച്ചാൽ ഇംഗ്ലീഷ് ബോണ്ടിങ് ആണ് യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ പിന്നെ യൂസ് ചെയ്യുന്നത് സ്ട്രെച്ചർ ബോണ്ട് ആണ്. സ്ട്രെച്ചർ ബോണ്ട് എന്ന് വെച്ചാൽ
ബ്രിക്സിന്റെ സ്ട്രെച്ചർ ഫേസ്, ഏറ്റവും നീളം കൂടിയ ഫേസിനെയാണ് സ്ട്രെച്ചർ ഫേസ് എന്ന് പറയുന്നത്. അപ്പോൾ ബ്രിക്സ് ഇങ്ങനെ നീളം കൂടിയ ഒരു ഫേസ്, അതിനെയാണ് സ്ട്രെച്ചർ ഫേസ്. അപ്പോൾ പാർട്ടീഷൻ വോളൊക്കെ കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് നമുക്ക് എന്താണ് ഈ സ്ട്രെച്ചർ ബോണ്ട് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ ബിൽഡിംഗ് പ്ലാൻ അനുസരിച്ച് ഏത് ടൈപ്പ് ബോണ്ടിങ് ആണ് വേണ്ടതെന്ന് വെച്ചാൽ അത് നമ്മൾ അഡോപ്റ്റ് ചെയ്യും. അതേ കണക്ക് തന്നെ എന്ത് പ്രിവെന്റ് ചെയ്യണം, ബ്രിക്സ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ഒരിക്കലും വെർട്ടിക്കൽ ജോയിന്റ്സ് വരാൻ പാടില്ല. ഇതിപ്പം ബോട്ടം മോസ്റ്റ് ലെയർ, നമ്മൾ ലെയർ ഓഫ് ബ്രിക്സ് എന്നല്ല പറയുന്നത്, നമുക്ക് ഓരോ ലെയറിനെയും ബ്രിക്സിന്റെ ഓരോ ലെയറിനെയും പറയുന്നത് എ കോഴ്സ് ഓഫ് ബ്രിക്സ് എന്നാണ് പറയുന്നത്, കോഴ്സ് ഓഫ് ബ്രിക്സ്. അപ്പോൾ ഇത് ഏറ്റവും ബോട്ടത്തിലെ കോഴ്സ്. അതിന്റെ മുകളിൽ വരുമ്പോ എന്താ ചെയ്യണ്ടേ, വെർട്ടിക്കൽ ജോയിന്റ്സ് പ്രിവെന്റ് ചെയ്യണം. അപ്പൊ അതിന്റെ മുകളിൽ വരുന്ന ലെയർ ഇത് ഇങ്ങനെ ആയിരിക്കണം പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഒരിക്കലും വെർട്ടിക്കൽ ജോയിന്റ്സ് വരരുത്. വെർട്ടിക്കൽ ജോയിന്റ്സ് വന്നു കഴിഞ്ഞാൽ ആ ഒരു പോർഷൻ വെച്ച് ബ്രിക്സിൽ ക്രാക്സ് ഫോം ചെയ്യും. അപ്പോൾ അത് എപ്പോഴും നോക്കണം. ബ്രിക്ക് വർക്കിന്റെ കൺസ്ട്രക്ഷന് എന്താണ്, ഒരിക്കലും വെർട്ടിക്കൽ ജോയിന്റ്സ് വരാത്ത രീതിയിലായിരിക്കണം ബ്രിക്സ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. അതേ കണക്കിന് ബ്രിക്ക് വർക്ക് നമ്മൾ എന്ത് ചെയ്യണം, ക്യൂർ ചെയ്യണം. എന്ന് വെച്ചാൽ ബ്രിക്സിന്റെ ഇടയിൽ നമ്മൾ സിമെന്റ് മോട്ടാർസ് പ്ലേസ് ചെയ്യുന്നുണ്ട്. സിമെന്റ് മോട്ടാർ വെച്ചിട്ടാണ് ബ്രിക്ക് വർക്ക് പെർഫോം ചെയ്യുന്നത്. അപ്പൊ എന്താണ്, ഇവിടെ നമ്മൾ ബ്രിക്ക് വർക്ക് ക്യൂർ ചെയ്യണം ഫോർ അറ്റ്ലീസ്റ്റ് 10 days ആഫ്റ്റർ ലേയിങ്. അപ്പോൾ 10 days എങ്കിലും മിനിമം നമ്മൾ ആ ബ്രിക്ക് വർക്ക്സിനെ ക്യൂർ ചെയ്യണം. പ്രൊട്ടക്ഷൻ, നമ്മൾ ഡയറക്റ്റ് എഫക്ട് ഓഫ് സൺ റെയിൻ ഒക്കെ എന്താണ് ബ്രിക്സിന്റെ ആ ഒരു ക്യൂറിംഗ് പീരീഡിലൊക്കെ ഡയറക്റ്റ് എഫക്ട് ഓഫ് സണ്ണും റെയിനും ഒക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യാം. ഇനി നമുക്കറിയാം വാൾ കൺസ്ട്രക്ട് ചെയ്യുകയാണെങ്കിൽ വാളിന്റെ ഹൈറ്റ് യൂഷ്വലി 3.5 to 4 meter ഹൈറ്റിലായിരിക്കും നമ്മളൊരു റൂമിന്റെ വാളൊക്കെ കൺസ്ട്രക്ട് ചെയ്യുന്നത്. ചിലപ്പോൾ 3 meters ഒക്കെ, ഇപ്പോൾ 3 to 4 meters ഒരു ആവറേജ് വാളിന് ഹൈറ്റ് ഉണ്ടാവും. അപ്പോൾ അത്രയും ഹൈറ്റിൽ വാൾ കൺസ്ട്രക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് എന്താണ് ലേബേഴ്സിന് നിൽക്കാനായിട്ട് സ്കഫോൾഡിങ്സ് പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ സ്കഫോൾഡിങ്സ്. ലാസ്റ്റ് പറയുന്നത് എന്താണ്, മെഷർമെന്റ്. The measurements are taken in cubic meters. അപ്പോൾ ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ എസ്റ്റിമേഷന്റെ ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ബ്രിക്ക് വർക്കിന്റെ ക്വാണ്ടിറ്റി കാൽക്കുലേഷൻ ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു തന്നിരുന്നു. അപ്പോൾ ബ്രിക്ക് വർക്കിന്റെ ക്വാണ്ടിറ്റി കാൽക്കുലേഷൻ മീറ്റർ ക്യൂബിലാണ് എടുക്കുന്നത്. ഇനി നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ഒരു ക്ലേ ബ്രിക്ക്, ഒരു ചുടുകട്ടയുടെ ഡയമെൻഷൻ എത്രയാണെന്നാ പറഞ്ഞു തന്നെ, ഓർക്കുന്നുണ്ടോ ആരെങ്കിലും? നിങ്ങൾ നേരത്തെ ഫസ്റ്റ് ഇയറിലേക്ക് പഠിക്കുന്നതായിരിക്കുമല്ലോ. 19 by 9 by 9 സെന്റിമീറ്റേഴ്സ് ആണ്. 19 by 9 by 9 സെന്റിമീറ്റേഴ്സ് ആണ് ഒരു ബ്രിക്കിന്റെ സ്റ്റാൻഡേർഡ് ഡയമെൻഷൻ, ക്ലേ ബ്രിക്കിന്റെ സ്റ്റാൻഡേർഡ് ഡയമെൻഷൻ. അതുകൂടെ ഒന്ന് ഓർത്തിരിക്കുക. ഇനി 8th ഐറ്റം, പ്ലാസ്റ്ററിങ്, സിമെന്റ് മോട്ടാർ ഓർ ലൈം മോട്ടാർ. അപ്പൊ പ്ലാസ്റ്ററിങ് എവിടെ നമ്മൾ പെർഫോം ചെയ്യുന്നത്, എവിടെയൊക്കെ നമുക്ക് പ്ലാസ്റ്ററിങ് ഉണ്ട്? വാൾസ് പ്ലാസ്റ്റർ ചെയ്യും. പിന്നെ എവിടെയൊക്കെ പ്ലാസ്റ്റർ ചെയ്യും? അതേ കണക്ക് നമുക്ക് എവിടെയാണ് സീലിംഗ് പ്ലാസ്റ്റർ ചെയ്യും. എന്താണ് സീലിംഗ്സ് പ്ലാസ്റ്ററിങ് ഉണ്ടാവും, സൺഷെയ്ഡിങ്ങിന്റെ പ്ലാസ്റ്ററിങ് ഉണ്ടാവും. അപ്പൊ എന്താണ് പ്രൊട്ടക്ഷൻ ആണ് ശരിക്കും ഉദ്ദേശിക്കുന്നത്. വാൾസിന്റെ പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ കോൺക്രീറ്റ് സർഫസിന്റെ പ്രൊട്ടക്ഷൻ ആണ് പ്ലാസ്റ്ററിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി പ്ലാസ്റ്ററിങ് നമ്മൾ യൂഷ്വലി 3 coats ഓഫ് പ്ലാസ്റ്ററിങ് പ്രൊവൈഡ് ചെയ്യണമെന്നാണ് പറയുന്നത്. 3 coats ഓഫ് പ്ലാസ്റ്ററിങ് ഒക്കെ പലരും ചെയ്യാറില്ല. അപ്പോൾ 3 coats ഓഫ് പ്ലാസ്റ്ററിങ് ആണ് നമ്മുടെ സ്റ്റാൻഡേർഡ് സ്പെസിഫിക്കേഷൻസിനകത്ത് പറയുന്നത്. അതിനൊക്കെ പ്ലാസ്റ്ററിങ്ങിന്റെ തിക്നെസ് യൂഷ്വലി എന്താണ് 12 mm തിക്നെസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. 12 mm തിക്നെസ്. ബിഫോർ പ്ലാസ്റ്ററിങ് എന്താ ചെയ്യേണ്ടത്, നമ്മൾ പ്ലാസ്റ്ററിങ് ചെയ്യുന്നത് നമുക്കറിയാം, നമ്മൾ വാൾ മേസണറി വെച്ച് കൺസ്ട്രക്ട് ചെയ്ത് കഴിയുമ്പോൾ ഈ വാൾസിനകത്ത് ചിലപ്പോൾ ഇങ്ങനെ ബ്രിക്സ് ഒക്കെ പ്രൊജക്ട് ചെയ്തൊക്കെ നിൽക്കണം. ചിലപ്പോൾ ഇവിടെ എന്താണ് ജസ്റ്റ് ഒരു ഹോൾസ് ഒക്കെ ഉണ്ടാവും. പ്ലാസ്റ്ററിങ് ചെയ്യുന്നതിന് മുന്നേ ആദ്യം എന്ത് വേണം, നമ്മൾ ഈ ഒരു സർഫസ് മാക്സിമം ലെവൽ വരുന്ന രീതിയിൽ എടുത്തിട്ട് വേണം പ്ലാസ്റ്റർ ചെയ്യാനായിട്ട്. അപ്ലൈ 2 or 3 coats ഓഫ് പ്ലാസ്റ്ററിങ്. ആൻഡ് പ്ലാസ്റ്ററിങ്ങിന്റെ തിക്നെസ് എന്താണ് 12 mm ആണ് പ്ലാസ്റ്ററിങ്ങിന്റെ തിക്നെസ്. 12 to 15 mm നമ്മൾ അഡോപ്റ്റ് ചെയ്യാറുണ്ട്. ഇവിടെ നമ്മൾ മെഷർമെന്റ് എടുക്കുന്നത് സ്ക്വയർ മീറ്റേഴ്സ് ആണ്. എന്തെടുക്കില്ല, പ്ലാസ്റ്ററിങ്ങിന്റെ തിക്നെസ് ആയ 12 mm കൺസിഡർ ചെയ്യില്ല. നമ്മൾ എന്താ എടുക്കുന്നത്, നമ്മളിപ്പോൾ ഏത് സർഫസ് ആണോ പ്ലാസ്റ്റർ ചെയ്യുന്നത് അതിന്റെ ഏരിയ ആണ് എടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഈ ഒരു വാൾ ആണ് പ്ലാസ്റ്റർ ചെയ്യുന്നതെങ്കിൽ എന്താണ് വാളിന്റെ ഏരിയ ആണ് എടുക്കുന്നത്.
വാളിന്റെ ലെങ്ത്തും വാളിന്റെ ഹൈറ്റ്. വാളിന്റെ ഈ ലെങ്ത് ഇൻറ്റു ഹൈറ്റ് ആയിരിക്കും ഈ സർഫസിന്റെ പ്ലാസ്റ്ററിങ്ങിന്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ഈ ലെങ്തും ഈ ഹൈറ്റും ആണ് പ്ലാസ്റ്ററിങ്ങിന്റെ ക്വാണ്ടിറ്റി. അപ്പോ എന്ത് കാൽക്കുലേറ്റ് ചെയ്യേണ്ട? തിക്നെസ് ഓഫ് പ്ലാസ്റ്ററിങ് കൺസിഡർ ചെയ്യില്ല. ലെങ്തും ഹൈറ്റും ആണ് പ്ലാസ്റ്ററിങ്ങിന്റെ ക്വാണ്ടിറ്റി കാൽക്കുലേഷൻ എടുക്കുന്നത്. ഇത് പലരും എക്സാമിന് തെറ്റിക്കുന്ന കാര്യമാണ്. 12 സെന്റിമീറ്റർ 12 mm തിക്നെസ് പ്ലാസ്റ്ററിംഗ് എന്ന് പറയുമ്പോൾ 12 mm തിക്നെസ്സും കൂടി കൺസിഡർ ചെയ്തിട്ടാണ് പലരും എക്സാമിന് ചെയ്യുന്നത്. അപ്പൊ അത് ഓർത്തിരിക്കുക. പ്ലാസ്റ്ററിങ്, ഡാം പ്രൂഫ് കോഴ്സ്, ഇതൊക്കെ നമ്മൾ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഏരിയയിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓർത്തിരിക്കുക. ഇനി നമുക്ക് കുറച്ച് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്ലാസ്റ്ററിങ്സ് ഉണ്ട്. നമ്മൾ യൂഷ്വലി പെർഫോം ചെയ്യുന്ന പ്ലാസ്റ്ററിംഗ് ആണ് സിമെന്റ്, സാൻഡ്, മോർട്ടാർ. അപ്പൊ സിമെന്റ്, സാൻഡ്, മോർട്ടാർ പ്ലാസ്റ്ററിംഗ് നമുക്ക് 4 പ്രപ്പോർഷൻസ് യൂസ് ചെയ്യാറുണ്ട്. 1:3, 1:4, 1:5 ആൻഡ് 1:6. അതിനകത്ത് 1 എന്ന് പറയുന്നത് എന്താണ്? 1 എന്ന് പറയുന്നത് സിമെന്റും, അത് കണക്ക് 3, 4, 5, 6 എന്ന് പറയുന്നത് ഫൈൻ അഗ്രിഗേറ്റിന്റെ റേഷ്യോ ആണ്. പിന്നെ നമുക്ക് വേറൊരു പ്രപ്പോർഷൻ ഉണ്ട്, സിമെന്റ്, ലൈം, സാൻഡ്, മോർട്ടാർ. അവിടെ 1:1:6. അതായത് 1 part of cement, 1 part of lime and 6 part of sand. പിന്നുള്ളത് ലൈം സാൻഡ് മോർട്ടാർ അല്ലെങ്കിൽ ലൈം സുർക്കി സാൻഡ് മോർട്ടാർ. ഇനി സീലിംഗ് പ്ലാസ്റ്ററിംഗ്, റൂമിന്റെ സീലിംഗ് പ്ലാസ്റ്ററിംഗ് നമ്മൾ യൂഷ്വലി അഡോപ്റ്റ് ചെയ്യുന്ന റേഷ്യോ 1:3 സിമെന്റ് മോർട്ടാർ വിത്ത് ഹോൾ സാൻഡ് ഇസ് ജനറലി യൂസ്. 1:3 സിമെന്റ് സാൻഡ് മോർട്ടാർ ആണ് സീലിംഗ് പ്ലാസ്റ്ററിംഗിന് നമ്മൾ യൂസ് ചെയ്യുന്നത്. 1:3 സിമെന്റ് സാൻഡ് മോർട്ടാർ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇതുവരെ പറഞ്ഞതിനകത്ത് നമുക്ക് 14 ഐറ്റംസ് ആണുള്ളത്. 14 ഐറ്റംസിൽ നിന്ന് ഏതെങ്കിലും ഒരു 2 ഐറ്റം നമുക്ക് എക്സാമിന് ചോദിക്കാം, ഡീറ്റെയിൽഡ് സ്പെസിഫിക്കേഷൻസ് എഴുതാനായിട്ട്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചേ. ഓക്കെ, അപ്പോ നമുക്ക് അടുത്ത ഐറ്റം നോക്കുമ്പോൾ പോയിന്റിങ്, സിമെന്റ് ഓർ ലൈം മോർട്ടാർ, പോയിന്റിങ് വർക്ക്സ്. സോ പോയിന്റിങ് വർക്ക്സ് ഒക്കെ എന്താണ്? ഒരു ഫിനിഷിംഗ് വർക്ക്സ് ആണ്. ബിൽഡിങ്ങിന്റെ ഫിനിഷിംഗ് വർക്ക്സിനകത്ത് വരുന്നതാണ് പോയിന്റിങ് വർക്ക്സ്. ഇപ്പോൾ 2 വാൾസ് ജോയിൻ ചെയ്യുന്ന പോർഷൻസ് അല്ലെങ്കിൽ സീലിംഗും വാളും ജോയിൻ ചെയ്യുന്ന പോർഷൻസിലൊക്കെയാണ് നമ്മൾ പോയിന്റിങ് വർക്ക്സ് അഡോപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ joints on brickwork shall be racked out to a depth of 20 mm and the surface of wall shall be washed and kept wet for 2 days before pointing. ഈ പോയിന്റിങ്ങിന്റെ റേഷ്യോ ഒക്കെയാണ് നമുക്ക് നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ വളരെ ഇമ്പോർട്ടന്റ്. The materials of mortar, cement and sand or lime and surki or sand or kankar lime as specified shall be of standard specifications. 1:2 or 1:3 cement sand mortar or 1:1 lime surki mortar or kankar lime mortar. ഈ ഒരു പ്രപ്പോർഷൻ ആണ് നമ്മൾ പോയിന്റിങ്ങിന് യൂസ് ചെയ്യുന്നത്. 1:2 or 1:3 cement sand mortar. നമ്മൾ യൂഷ്വലി സിമെന്റ് ആണ് യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ 1:1 ലൈം സുർക്കി മോർട്ടാർ ഓർ കൺകാർ ലൈം മോർട്ടാർ. ഇവിടെ നമ്മൾ സിമെന്റ് ആണ് ബൈൻഡിങ് ഏജന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇവിടെ ലൈം സുർക്കി അല്ലെങ്കിൽ കൺകാർ ലൈം ആണ് നമ്മൾ ബൈൻഡിങ് ഏജന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ എന്താണ്, നമ്മുടെ പോയിന്റിങ് ചെയ്യുന്ന പോർഷൻ ക്ലീൻ ആയിട്ട് വെക്കുക എന്നൊക്കെയാണ് ഇവിടെ മെൻഷൻ ചെയ്യുന്നത്. പിന്നെ ഇവിടെ ഞാൻ ഒരു പോയിന്റ് മെൻഷൻ ചെയ്യാൻ വിട്ടുപോയി. ഇവിടെയും നമ്മൾ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത് മീറ്റർ സ്ക്വയറിലാണ്. പ്ലാസ്റ്ററിങ്ങും പോയിന്റിങ്ങും ഒക്കെ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത് മീറ്റർ സ്ക്വയറിലാണ് ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പ്ലാസ്റ്ററിങ്ങിന്റെയും പോയിന്റിന്റെയും ക്വാണ്ടിറ്റി കാൽക്കുലേഷൻ ഈസ് ഇൻ മീറ്റർ സ്ക്വയർ. ഓക്കെ, 10th one ലൈം പണ്ണിങ്. സോ ലൈം പണ്ണിങ്ങും നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ ഒരു ഫിനിഷിംഗ് ടച്ച് ആണ് ബിൽഡിങ്ങിനകത്ത്. ഇപ്പൊ നമ്മൾ ചില ബിൽഡിങ്സിനൊക്കെ കാണാം, ചില ഡെക്കറേറ്റീവ് വർക്ക്സ് ഒക്കെ വാൾസിൽ ചെയ്തേക്കുന്നതാണ്. അപ്പോൾ ഇതൊരു ഫിനിഷ്ഡ് വാൾ, പ്ലാസ്റ്റേർഡ് വാള്. ആ പ്ലാസ്റ്റേർഡ് വാളിന്റെ മുകളിൽ ഇവിടെ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ പൂവോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ചില ഡെക്കറേറ്റീവ് ഐറ്റംസ്, ചിലതിങ്ങനെ സീലിങ്സിലൊക്കെ ചില ഡെക്കറേഷൻസ് ഒക്കെ ചെയ്തേക്കുന്നതാണല്ലോ.
അതൊക്കെയാണ് നമ്മുടെ ലൈൻ പണ്ണിങ്ങിന് വരുന്നത്. അവിടെയും നമ്മൾ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത് മീറ്റർ സ്ക്വയറിലാണ്. പിന്നെ അതിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് നോക്കുക. വൈറ്റ് സ്റ്റോൺ ലൈം ആൻഡ് ഷെൽ ലൈം. White stone lime and shell lime shall be slaked at side of work and mixed with proportion of 3 of stone lime and 1 of shell lime and then thoroughly mixed with sufficient quantity of water in a drum. എന്താണ് നമ്മൾ ഈ പറയുന്ന ലൈം സ്റ്റോൺ? രണ്ട് ടൈപ്പ് സ്റ്റോൺ ഉണ്ട്, സ്റ്റോൺ ലൈമും ഷെൽ ലൈമും. അത് എന്താണ് സ്ലേക്ക് വാട്ടറിൽ മിക്സ് ചെയ്തെടുക്കുന്നതാണ്. അപ്പൊ ഇതും ഒരു ഫിനിഷിംഗ് ടച്ച് ആണ്. ഇപ്പൊ ലൈൻ പണ്ണിങ് നമുക്ക് എക്സാമിൽ അങ്ങനെ ചോദിക്കാറൊന്നുമില്ല. ചോദിച്ചാലും അതിന്റെ ക്വാണ്ടിറ്റി എങ്ങനെ എടുക്കുമെന്ന് ചോദിക്കുള്ളൂ. ക്വാണ്ടിറ്റി എടുക്കുന്നത് മീറ്റർ സ്ക്വയറിലാണ് എടുക്കുന്നത്. നെക്സ്റ്റ് ഐറ്റം വൈറ്റ് വാഷ്. വൈറ്റ് വാഷിങ്ങിന്റെ ക്വാണ്ടിറ്റി കാൽക്കുലേഷൻ എടുക്കുന്നത് മീറ്റർ സ്ക്വയർ ആണ്. അതാണ് നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. വൈറ്റ് വാഷിംഗ്. അത് കണക്കിന് അടുത്ത ഐറ്റം പെയിന്റിംഗ് ആണ്. വൈറ്റ് വാഷിങ്ങിന്റെയും പെയിന്റിങ്ങിന്റെയും ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത് മീറ്റർ സ്ക്വയറിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ഏരിയയിലാണ് കാൽക്കുലേഷൻസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി വൈറ്റ് വാഷിംഗ് നമുക്ക് എന്താ യൂസ് ചെയ്യുന്നത്? നമ്മൾ യൂസ് ചെയ്യുന്നത് ഇൻഗ്രീഡിയൻസ് എന്ന് പറയുമ്പോൾ ഫ്രഷ് വൈറ്റ് ലൈം ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് വൈറ്റ് ലൈം നമുക്ക് സഫീഷ്യന്റ് ക്വാണ്ടിറ്റി ഓഫ് വാട്ടറുമായിട്ട് മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യുന്നു. പെയിന്റിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്? പെയിന്റിങ്ങിന്റെ ക്വാണ്ടിറ്റി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് മീറ്റർ സ്ക്വയർ. ക്ലസ്റ്ററിംഗ് പോലെ തന്നെ പെയിന്റിങ്ങിന്റെ ക്വാണ്ടിറ്റി, വൈറ്റ് വാഷിന്റെ ക്വാണ്ടിറ്റി എല്ലാം കാൽക്കുലേറ്റ് ചെയ്യുന്നത് മീറ്റർ സ്ക്വയറിലാണ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ എടുക്കേണ്ടത്? ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ ബോളിന്റെ ഏരിയ ആണ് എടുക്കുന്നത്. ഇനി പെയിന്റിങ് നമുക്ക് എന്താണ്? നമുക്ക് ഏത് പിഗ്മെന്റ് ആണ് വേണ്ടത്, ഏത് കളറാണ് വേണ്ടത്, ഏത് കമ്പനിയുടെ ആണ് വേണ്ടത്, അതൊക്കെ നമ്മുടെ സ്പെസിഫിക്കേഷനകത്ത് ഇൻ ഡീറ്റെയിൽ മെൻഷൻ ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ പെയിന്റിങ്ങിനകത്ത് നോക്കുമ്പോൾ. മെഷർഡ് ഇൻ സ്ക്വയർ മീറ്റർ. ഇനി നമ്മൾ വുഡ് വർക്കിനകത്തുള്ള പെയിന്റിങ്സ് ഒക്കെ ആണെങ്കിൽ നമ്മൾ പ്രൈമിങ് കോട്ടൊക്കെ കൊടുക്കാറുണ്ട്, പ്രൈമർ ഒക്കെ ചെയ്യാറുണ്ട്. അപ്പൊ ആ ക്വാണ്ടിറ്റിയും കൂടി സെപ്പറേറ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യണം. ഇപ്പോൾ വാൾസ് ഒക്കെ ആണെങ്കിൽ എന്താണ്? വൈറ്റ് വാഷിംഗ് പിന്നെ പെയിന്റിങ്. അല്ലെങ്കിൽ ഇപ്പോൾ വുഡ് വർക്ക് ഒക്കെ ആണെങ്കിൽ വുഡ് വർക്കിനകത്ത് ആദ്യം പ്രൈമിങ് വർക്ക് ഉണ്ടാവും, പ്രൈമർ ഒക്കെ അടിച്ചതിന് ശേഷമാണ് പെയിന്റ് ചെയ്യുന്നത്. അപ്പൊ ആ വർക്ക്സ് രണ്ടും ഡീറ്റെയിൽ ആയിട്ട് തന്നെ കൊടുക്കണം. ഇനി നെക്സ്റ്റ് 13th വൺ വുഡ് വർക്ക്. അപ്പോൾ വുഡ് വർക്കിന്റെ ക്വാണ്ടിറ്റി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്തിലാണ്? മീറ്റർ ക്യൂബിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതായത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. ഇനി ഒരു പോർഷനിൽ മാത്രം വുഡ് വർക്കിന്റെ ക്വാണ്ടിറ്റി ഏരിയയിൽ കാൽക്കുലേറ്റ് ചെയ്യും. എവിടെയാണ് വുഡ് വർക്കിന്റെ ക്വാണ്ടിറ്റി ഏരിയയിൽ വരുന്നത്? നമുക്ക് ഡോറിന്റെയും വിൻഡോയുടെയും ഷട്ടേഴ്സ്. ഡോറിനകത്തും വിൻഡോയ്ക്കകത്തും ഓപ്പൺ ചെയ്യുന്ന പോർഷനെയാണ് ഷട്ടേഴ്സ് എന്ന് പറയുന്നത്. ഡോറിന്റെയും വിൻഡോയുടെയും ഷട്ടറിന്റെ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത് മീറ്റർ സ്ക്വയർ ആണ്, ഏരിയയിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ അതിന്റെ തിക്നെസ് വളരെ ചെറുതായതുകൊണ്ട് ഡോർ ഷട്ടറും വിൻഡോ ഷട്ടറിന്റെയും ക്വാണ്ടിറ്റി കാൽക്കുലേഷൻ ചെയ്യുന്നത് ഏരിയയിലാണ്. ബാക്കി എല്ലാ വർക്ക്സും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് മീറ്റർ ക്യൂബിക് മീറ്റേഴ്സ് ആണ്. മെഷർമെന്റ് ഓഫ് വുഡ് വർക്ക് ഷാൽ ബി ടേക്കൺ ഇൻ ക്യൂബിക് മീറ്റേഴ്സ്. ഈ എക്സാമിന് മെഷർമെന്റ് ഓഫ് വുഡ് വർക്ക് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ എന്ത് എഴുതണം? ക്യൂബിക് മീറ്റേഴ്സ് എഴുതാം. ഈ മെഷർമെന്റ് ഓഫ് വുഡ് വർക്ക് ഫോർ ഷട്ടേഴ്സ്, ഡോർ ഷട്ടർ ആൻഡ് വിൻഡോ ഷട്ടർ എന്ന് സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് ചോദിക്കുവാണെങ്കിൽ അവിടെ ക്വാണ്ടിറ്റി കാൽക്കുലേഷൻ എന്തിലായിരിക്കും വരിക? മീറ്റർ സ്ക്വയറിലായിരിക്കും ക്വാണ്ടിറ്റി കാൽക്കുലേഷൻ വരിക. ഡോർ ആൻഡ് വിൻഡോ ഷട്ടർ എന്ന് സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് ചോദിക്കുവാണെങ്കിൽ അവിടെ ക്വാണ്ടിറ്റി കാൽക്കുലേഷൻ വരുന്നത് മീറ്റർ സ്ക്വയറിലായിരിക്കും. അതും കൂടെ ഓർത്തിരിക്കുക. ഇനി നെക്സ്റ്റ് വൺ സിമെന്റ് കോൺക്രീറ്റ് ഫ്ലോർ. അപ്പോൾ നമ്മുടെ ഫ്ലോർ, നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിന്റെ ഫ്ലോർ ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സിമെന്റ് കോൺക്രീറ്റ് ഫ്ലോർ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് മെറ്റീരിയൽസ്. സിമെന്റ് കോൺക്രീറ്റ് ആകുമ്പോൾ എന്താണ്? സിമെന്റും ഫൈൻ അഗ്രിഗേറ്റും കോഴ്സ് അഗ്രിഗേറ്റും ആണ് യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ യൂസ് ചെയ്യുന്ന കോഴ്സ് അഗ്രിഗേറ്റിന്റെ പ്രോപ്പർട്ടി എന്ന് ഓർത്തിരിക്കണം. എല്ലായിടത്തും വെൽ ഗ്രേഡഡ് കോഴ്സ് അഗ്രിഗേറ്റ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. വെൽ ഗ്രേഡഡ് ആൻഡ് ഫ്രീ ഫ്രം ഡസ്റ്റ്, ഡേർട്ട് ആൻഡ് ഓർഗാനിക് മാറ്റർ. ഇനി എനിക്ക് വെൽ ഗ്രേഡഡ് കോഴ്സ് ഒക്കെ നമ്മൾ എവിടെ നോക്കിയാലും കോൺക്രീറ്റിന്റെ സ്പെസിഫിക്കേഷൻ പറയുമ്പോൾ നമ്മൾ എല്ലായിടത്തും പറയുന്നത് വെൽ ഗ്രേഡഡ് കോഴ്സ് അഗ്രിഗേറ്റ് എന്നാണ് പറയുന്നത്. എന്താണ് വെൽ ഗ്രേഡഡ് കോഴ്സ് അഗ്രിഗേറ്റ് എന്ന് അറിയാമോ? വെൽ ഗ്രേഡഡ് കോഴ്സ് അഗ്രിഗേറ്റ് എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയാമോ?
ആർക്കെങ്കിലും ഒന്ന് പറയാമോ? വെൽ ഗ്രേഡഡ് കോഴ്സ് അഗ്രിഗേറ്റ് എന്ന് വെച്ചാൽ? സിമെന്റ് ഗ്രേഡ്സ് എന്നല്ല. അഗ്രിഗേറ്റിന്റെ ഒരു പ്രോപ്പർട്ടിയാണ് നമ്മൾ വെൽ ഗ്രേഡഡ് അഗ്രിഗേറ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ കോൺക്രീറ്റ് വർക്ക് നമ്മൾ എവിടെയൊക്കെ പെർഫോം ചെയ്യുന്നു അവിടെ എല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നത് വെൽ ഗ്രേഡഡ് അഗ്രിഗേറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ആർക്കും അറിയില്ല ഞാൻ പറഞ്ഞുതരാം. വെൽ ഗ്രേഡഡ് അഗ്രിഗേറ്റ്സ് സൈസസ്. നമുക്ക് അഗ്രിഗേറ്റ്സിനകത്ത് വെൽ ഗ്രേഡഡ്, പുവർലി ഗ്രേഡഡ് ആൻഡ് ഗ്യാപ് ഗ്രേഡഡ് എന്നും പറഞ്ഞ് 3 ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഇതിനകത്ത് വെൽ ഗ്രേഡഡ് അഗ്രിഗേറ്റ്സ് ആണ് നമുക്ക് എന്തിനാ യൂസ് ചെയ്യുന്നത്? കോൺക്രീറ്റ് വർക്കിന് യൂസ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ വെൽ ഗ്രേഡഡ് അഗ്രിഗേറ്റ്സിനകത്ത് പല ഡിഫറെന്റ് സൈസസിലുള്ള അഗ്രിഗേറ്റ്സ് ഉണ്ടാവും. കണ്ടോ? അപ്പൊ എന്താണ്? വോയിഡ് സ്പേസ് മാക്സിമം റെഡ്യൂസ് ചെയ്യും. പുവർലി ഗ്രേഡ് അഗ്രിഗേറ്റ്സ് വെച്ചാൽ ഒരു പെർട്ടിക്കുലർ സൈസുള്ള അഗ്രിഗേറ്റ് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതിന്റെ ഇടയിൽ എന്താണ്? ഇഷ്ടം പോലെ വോയിഡ് സ്പേസസ് ഉണ്ട്. അപ്പൊ നമുക്ക് ഒരുപാട് സിമെന്റും ഒരുപാട് വാട്ടറും ഒക്കെ വേണം. ഒരുപാട് സാൻഡും വാട്ടറും സിമെന്റും വേണം ഇതിന്റെ ഇടയിൽ ഇങ്ങനെ പ്രോപ്പർ ആയിട്ട് ബോണ്ട് ചെയ്യാനായിട്ട്. പക്ഷെ വെൽ ഗ്രേഡഡ് കോഴ്സ് അഗ്രിഗേറ്റ്സ് ആകുമ്പോൾ എന്താണ്? കോഴ്സ് അഗ്രിഗേറ്റിനെ പല ഡിഫറെന്റ് സൈസിലുള്ളത് കൊണ്ട് അത് തന്നെ പ്രോപ്പർ ആയിട്ട് ഒരു ബോണ്ടിങ് ക്രിയേറ്റ് ചെയ്തോളും. നമുക്ക് കമ്പാരിറ്റീവ്ലി ടു പോർലി ഗ്രേഡഡ് വളരെ കുറച്ച് സിമെന്റും സാൻഡിന്റെയും പ്രൊപ്പോർഷൻസ് മതിയാവും. ഇനി ഗ്യാപ് ഗ്രേഡ് എന്ന് വെച്ചാൽ എന്താണ്? നമുക്ക് 2 ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സൈസേ ഉണ്ടാകത്തുള്ളൂ. അപ്പൊ അവിടെയും നമുക്ക് ബോണ്ടിങ് പ്രോപ്പർ ആയിരിക്കില്ല. അപ്പൊ ബോണ്ടിങ് പ്രോപ്പർ ആയിരിക്കണമെങ്കിൽ നമുക്ക് വെൽ ഗ്രേഡ് അഗ്രിഗേറ്റ്സ് ആയിരിക്കണം. പല ഡിഫറെന്റ് സൈസസിലുള്ള അഗ്രിഗേറ്റ്സ് ആണെങ്കിൽ നമുക്കത് വെൽ ഗ്രേഡ് അഗ്രിഗേറ്റ്സ് എന്ന് പറയും. അതിനായിരിക്കും കൂടുതൽ സ്ട്രെങ്ത് ഉണ്ടാവുക, കംപ്രസീവ് സ്ട്രെങ്ത് കൂടുതൽ ഉണ്ടാവുക വെൽ ഗ്രേഡഡ് അഗ്രിഗേറ്റ്സിനായിരിക്കും. അപ്പോൾ നമ്മൾ ഏത് ടൈപ്പ് ഓഫ് കോൺക്രീറ്റിംഗ് ആണ് എടുക്കുന്നത്? ഇപ്പോൾ സിമെന്റ് റീഇൻഫോഴ്സ് സിമെന്റ് കോൺക്രീറ്റ് ഫോർ റൂഫ് അല്ലെങ്കിൽ റീറ്റെയിനിങ് വാൾ അല്ലെങ്കിൽ ഫ്ലോറിങ്ങിന് എവിടെ എടുത്താലും നമ്മൾ എടുക്കുന്നത് വെൽ ഗ്രേഡഡ് അഗ്രിഗേറ്റ്സ് ആയിരിക്കും പ്രിഫർ ചെയ്യുന്നത്. ഇനി മിക്സിംഗ് നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഹാൻഡ് മിക്സിങ്ങും മെഷീൻ മിക്സിങ്ങും ഉണ്ടെന്നാണ് പറയുന്നത്. ഇനി ലേയിങ് ഓഫ് കോൺക്രീറ്റ്. അപ്പോൾ കോൺക്രീറ്റ് എങ്ങനെയാ ലേ ചെയ്യുക? കോൺക്രീറ്റ് ജെന്റ്ലി പ്ലേസ് ചെയ്യുക, എന്നിട്ട് ലെയർ ബൈ ലെയർ ആയിട്ട് പ്ലേസ് ചെയ്യുക, എന്നിട്ട് ടാമ്പ് ചെയ്യുക. എന്തെങ്കിലും അയൺ റോഡ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹെവി സാധനം വെച്ച് ടാമ്പ് ചെയ്ത് ഉറപ്പിക്കുക എന്ന് മീൻ ചെയ്യുന്നത് എന്താണ്? അതിന്റെ വോയിഡ് സ്പേസ് ഒക്കെ റിമൂവ് ചെയ്ത് പ്രോപ്പർ ആയിട്ട് കോൺക്രീറ്റ് ഇൻഗ്രീഡിയൻസ് സിമെന്റും ഫൈൻ അഗ്രിഗേറ്റും കോഴ്സ് അഗ്രിഗേറ്റും വാട്ടറും പ്രോപ്പർ ആയിട്ട് ബോണ്ട് ചെയ്തിരുന്നാൽ മാത്രമേ നമുക്കൊരു നല്ല കോൺക്രീറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഇതിന്റെ ക്യൂറിംഗ് പീരീഡ് എന്ന് പറയുന്നത് 15 ഡേയ്സ് ആണ്. 15 ഡേയ്സ് ആണ് ക്യൂറിംഗ് പീരീഡ്. ഇനി മെഷർമെന്റ് എടുക്കുന്നത്, ഫ്ലോറിങ്ങിന്റെ മെഷർമെന്റ് എടുക്കുന്നത് സ്ക്വയർ മീറ്റേഴ്സ് ആണ്. അപ്പോൾ ഫ്ലോറിങ്ങിന്റെ മെഷർമെന്റ് എടുക്കുന്നത് സ്ക്വയർ മീറ്റേഴ്സിലാണ് എടുക്കുന്നത്. സിമെന്റ് കോൺക്രീറ്റ് ഫ്ലോറിന്റെ മെഷർമെന്റ് എടുക്കുന്നത് സ്ക്വയർ മീറ്റേഴ്സ് ആണ്. എന്തുകൊണ്ടാണ്? ബിക്കോസ് നമുക്ക് അവിടെ എന്തില്ല, തിക്നെസ് വളരെ കുറവാണ്, ഫ്ലോർ തിക്നെസ് വളരെ കുറവാണ്. അതുകൊണ്ടാണ് അവിടെ മെഷർമെന്റ് എടുക്കുന്നത് സ്ക്വയർ മീറ്റേഴ്സിൽ എടുക്കുന്നത്. ആൻഡ് അവർ ലാസ്റ്റ് ഐറ്റം, റൂഫിംഗ്, കൊറുഗേറ്റഡ് ഗാൽവനൈസ്ഡ് അയൺ ഷീറ്റ്സ്. അപ്പോൾ നെക്സ്റ്റ് അയൺ ഷീറ്റ്സ് ആണ്, കൊറുഗേറ്റഡ് ഗാൽവനൈസ്ഡ് അയൺ ഷീറ്റ്സ്. അപ്പോൾ അയൺ ഷീറ്റ്സിന്റെ മെഷർമെന്റ് നമ്മൾ എടുക്കുന്നത് സ്ക്വയർ മീറ്റേഴ്സിലാണ് എടുക്കുന്നത്. സ്ക്വയർ മീറ്റേഴ്സ് ഏരിയയിലാണ് അയൺ ഷീറ്റ്സിന്റെ മെഷർമെന്റ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പിന്നെ 1-2 കാര്യങ്ങൾ ഓർത്തിരിക്കുക. കൊറുഗേറ്റഡ് അയൺ ഷാൽ ബി ഓഫ് ഗേജ് സ്പെസിഫൈഡ്. നമുക്ക് ഡിഫറെന്റ് ഗേജസ് ഓഫ് അയൺ ഷീറ്റ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഗേജ് സ്പെസിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ 0.63 mm എടുക്കാം. ഇനി ലേയിങ്, നമുക്കറിയാം അയൺ ഷീറ്റ്സ് ലേ ചെയ്യണമെങ്കിൽ നമുക്ക് എന്താണ്, പർലിൻസ്, റാഫ്റ്റേഴ്സ് ഒക്കെ ഉണ്ടാവണം. അത് കണക്ക് ഡിഫറെന്റ് ഹൂക്സ്. അപ്പോൾ അതൊക്കെ ഏത് വർക്കാണോ പെർഫോം ചെയ്യുന്നത് ആ വർക്കിന് അനുയോജ്യമായ രീതിയിൽ വേണം ഈ അയൺ ഷീറ്റ്സിന്റെ ഗേജ് സ്പെസിഫൈ ചെയ്യാനും. അതിനകത്ത് യൂസ് ചെയ്യുന്ന പർലിൻസും റാഫ്റ്റേഴ്സിന്റെ ഒക്കെ
തിക്നെസ്സും ഡയമെൻഷൻസും അതിനിപ്പോൾ ക്ലീറ്റ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ റൂഫ് മെറ്റീരിയൽ പർലിൻസിലേക്ക് ബോണ്ട് ചെയ്യുന്നത്. അപ്പോൾ ഏത് ടൈപ്പ് ക്ലീറ്റ്സ് യൂസ് ചെയ്യണം, ഏത് ടൈപ്പ് മെറ്റീരിയൽസ്, ഏത് ടൈപ്പ് നട്ട്സും ബോൾട്സും ഒക്കെ യൂസ് ചെയ്യണമെന്ന് നമ്മളെ വർക്കിനെ ഡിപ്പെൻഡ് ചെയ്ത് ഡീറ്റെയിൽ ആയിട്ട് എഴുതുക. അതാണ് റൂഫിങ്സ്. അപ്പോൾ ഈ സ്പെസിഫിക്കേഷൻ, ഇപ്പൊ ഈ 15 കാര്യങ്ങളാണ് നമുക്ക് സ്പെസിഫിക്കേഷനകത്തുള്ളത്. നമുക്ക് എക്സാമിന് ലിസ്റ്റ് ഔട്ട് എനി ടു സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞ് ചോദിക്കില്ല, നമുക്ക് സ്പെസിഫിക് ആയിട്ട് ഓരോ ഐറ്റംസ് എഴുതാൻ ചോദിക്കും. അപ്പൊ അതിനകത്ത് ഏറ്റവും കൂടുതൽ ചോദിച്ചത് ഞാൻ ആദ്യം പറഞ്ഞത് തന്നെ എർത്ത് വർക്ക് എക്സ്കവേഷൻ ഫൗണ്ടേഷൻ ആണ് ഏറ്റവും കൂടുതൽ തവണ എക്സാംസിന് കണ്ടുവരുന്നത്. പിന്നെ ചോദിക്കാറുള്ളത് പാർട്ട് എയിലൊക്കെ ലിസ്റ്റ് ഡിഫൈൻ സ്പെസിഫിക്കേഷൻ ആൻഡ് എന്താണ് എക്സ്പ്ലെയിൻ ജനറൽ സ്പെസിഫിക്കേഷൻ ആൻഡ് ഡീറ്റെയിൽഡ് സ്പെസിഫിക്കേഷൻ, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ ആദ്യത്തെ 5 ഐറ്റംസ് തറവായിട്ട് പഠിക്കുക. എർത്ത് വർക്ക് എക്സ്കവേഷൻ ഫൗണ്ടേഷൻ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ലൈം കോൺക്രീറ്റ് ഇൻ ഫൗണ്ടേഷൻ ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യത്തെ 5 ഐറ്റം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലൈം കോൺക്രീറ്റ് ഇൻ റൂഫ് ടെറസിംഗ്, സിമെന്റ് കോൺക്രീറ്റ് 1:2:4, സിമെന്റ് കോൺക്രീറ്റ് 1:2:4, റീഇൻഫോഴ്സ്ഡ് സിമെന്റ് കോൺക്രീറ്റ്, പിന്നെ 7th വൺ ബ്രിക്ക് വർക്ക്. ഇത്രയും കാര്യങ്ങൾ പലപ്പോഴും എക്സാമിന് ചോദിക്കാറുണ്ട്. ആദ്യത്തെ 5 ഐറ്റവും പിന്നെ ഏതാണ്ട് ബ്രിക്ക് വർക്ക് ഫസ്റ്റ് ക്ലാസ് ഇത് എന്തായാലും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം, കറക്റ്റായിട്ട് തന്നെ പഠിച്ചിട്ടുണ്ടാവണം. ബിക്കോസ് ഇത് എക്സാംസിന് ഇങ്ങനെ മാറ്റിയും തിരിച്ചും ഒക്കെ ഓരോ തവണ യൂണിവേഴ്സിറ്റി എക്സാംസിന് കാണാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മോഡ്യൂൾ 3-യിലുള്ളത്. അപ്പോൾ നമുക്ക് അത് കുറച്ച് എസ്റ്റിമേറ്റ്സ് ഉണ്ട്, പ്രിലിമിനറി എസ്റ്റിമേറ്റ്സും പിന്നെ അതേ കണക്ക് തന്നെ സ്പെസിഫിക്കേഷൻസ്, ഡീറ്റെയിൽഡ് സ്പെസിഫിക്കേഷൻസ് ആൻഡ് ജനറൽ സ്പെസിഫിക്കേഷൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് 3rd മോഡ്യൂളിൽ ഉള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം.